കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെയാണ് ബേസിക്കലി പരിഗണിക്കുന്നത്. എന്നാൽ ഇത്തിരിയുടെ മുൻപോട്ട് നമ്മൾ പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം 10-ാം അധ്യായം തീർക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് എന്റെ ശ്രദ്ധ. എങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 9-ന്റെ 30 മുതലുള്ള വാക്യങ്ങളാണ്. അത് ഒരൊറ്റ തോട്ട് പ്രോസസ്സാണ്. 9-ന്റെ 30 മുതൽ 10-ന്റെ 10 വരെ നമ്മൾ ഇത്രയും നേരവും മനസ്സിലാക്കിക്കൊണ്ടിരുന്ന, കണ്ടുകൊണ്ടിരുന്ന, പഠിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന്, അതെങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് മിസ്സായി പോയത്. ഇന്നും പലർക്കും അത് മിസ്സാകുന്നുണ്ട്. അത് ഒരു പാറ്റേൺ ആണ്. അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും. അന്നത്തെ കാലത്തെ പോലെ തന്നെ ഇന്നും ഈ വിശ്വാസത്താലുള്ള നീതീകരണം പഠിക്കാൻ ഉള്ള ഫെയിലിയർ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വിശ്വാസികൾ നഷ്ടപ്പെടുന്നുണ്ട്. വിശ്വാസികൾക്ക് ആ ഒരു ഗ്രേസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. വിശ്വാസികൾ എന്നവരെ വിളിക്കാൻ പറ്റില്ല. കാരണം നീതീകരണം വിശ്വാസത്താൽ പ്രാപിക്കുന്നില്ല എങ്കിൽ അത് വിശ്വാസികൾ എന്നവരെ വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 30-ാം വാക്യം മുതൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോവുകയാണ്. ആകയാൽ നാം എന്ത് പറയുന്നു? ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം ജനം നീതി അന്വേഷിച്ച് നടന്നു, അവർ നീതിയിൽ എത്തിയില്ല. എന്നാൽ വേറൊരു കൂട്ടം ജനം നീതി പ്രാപിച്ചു, അവർ നീതി ഒരിക്കലും പിന്തുടർന്നില്ല, പക്ഷെ അവർ നീതി പ്രാപിച്ചു. അപ്പൊ ഇതൊരു ഐറണിയാണ്, ഒരു വിരോധാഭാസം. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ നീതി അന്വേഷിച്ച് അതിനുവേണ്ടി ഒത്തിരി വില കൊടുത്ത് നടന്നവർക്ക് അത് കിട്ടിയില്ല. എന്നാൽ ഒരു വിലയും കൊടുക്കാതെ അന്വേഷിക്കാതെ നടന്നവരെ ജാതികൾ അത് നീതി പ്രാപിച്ചു. അപ്പൊ 9-ാം അധ്യായത്തിൽ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവമാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല. പ്രവൃത്തി കൊണ്ടായിരുന്നെങ്കിൽ പരീശന്മാരെയും സദൂക്യന്മാരെയും ഒക്കെ ആയിരുന്നു തെരഞ്ഞെടുക്കേണ്ടത്, ശാസ്ത്രിമാരെയൊക്കെ ആയിരുന്നു തെരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തത് നീതിയെ ഒരിക്കലും അന്വേഷിക്കാത്ത ജാതികളെയാണ്. അപ്പൊ തികച്ചും തെരഞ്ഞെടുപ്പ് ദൈവ ഇഷ്ടപ്രകാരം എന്ന് വരാൻ വേണ്ടിയാണ് ആ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇനി എന്ത് പറയാനാണ്? നമ്മളിൽ വലിയൊരു പങ്കും കർത്താവിനെ റിജക്ട് ചെയ്ത് കളഞ്ഞു, വെട്ടിക്കളഞ്ഞ പോലെ ആയി. ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആ പണ്ട് തൊട്ടേ പ്രവാചകന്മാർ പറയുന്നുണ്ട്, ഒരു ശേഷിപ്പേ രക്ഷപ്പെടുള്ളൂ, ഒരു ശേഷിപ്പേ രക്ഷപ്പെടുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വരുമ്പോഴും അത് വ്യക്തമാണ്, ഒരു ശേഷിപ്പേ രക്ഷപ്പെടുള്ളൂ. പക്ഷെ ജാതികളിൽ നിന്ന് വലിയൊരു വിഭാഗം യഹൂദന്മാരിൽ നിന്ന് കുറച്ചു, അങ്ങനെ ആയിപ്പോയി അത്. അപ്പം ജാതികളിൽ നിന്ന് ഇത്രയും പേര് രക്ഷ പ്രാപിച്ചു, എന്നാൽ ഇസ്രായേലിൽ ബഹുഭൂരിപക്ഷത്തിന് അത് കിട്ടിയില്ല. അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, കാരണം ഇതാണ്. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയിടറി. അതാണ് സംഭവിച്ചത്. ഇസ്രായേൽ മക്കള് ഒത്തിരി പ്രവൃത്തി ചെയ്തു, അവർ പ്രവൃത്തിയാൽ ഒരു നീതി അന്വേഷിച്ചു, പക്ഷെ ഇടർച്ചക്കല്ല് വന്നപ്പോൾ അവർ തട്ടിയിടറിപ്പോയി. നമുക്കിതിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു ഇസ്രായേലിനും ഒരു യവനനും. അപ്പൊ ഇസ്രായേലിന് എന്ത് ചെയ്യുന്നു? ഒത്തിരി നീതി പ്രവൃത്തികളൊക്കെ ചെയ്ത് നീതിമാനാകാൻ ശ്രമിക്കുന്നു. നമുക്ക് ആ നീതി പ്രവൃത്തികളൊക്കെ ഒന്ന് വേണേൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഇസ്രായേലിനെ ഞാൻ ചുമ്മാ ഒരു സ്കെച്ച്, ഒരു ഇസ്രായേലിനെ ഞാൻ വരയ്ക്കുകയാണ്. ഇസ്രായേലിനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു തൊപ്പിയോ എന്തെങ്കിലും കൊടുക്കാം. ചുമ്മാ ഇവിടെ ഒരു യഹൂദൻ ഉണ്ട്, അല്ല സോറി, യവനൻ, തൊപ്പിയില്ലാത്തവൻ. അങ്ങനെ രണ്ട് ആരോട് നിൽപ്പുണ്ട്. അപ്പൊ ഇസ്രായേലിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നീതിമാനാകാൻ വേണ്ടി ഒത്തിരി പണി ചെയ്തിട്ടുണ്ട്, ഒത്തിരി പണി ചെയ്തു. അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളി പുള്ളി ഇടാതെ അനുസരിച്ച്. ആലോചിച്ച് നോക്കി, ഇവന് ദൈവമല്ലാതെ വേറെ അന്യ ദൈവങ്ങളില്ല, വിഗ്രഹങ്ങളില്ല. അവൻ ദൈവത്തിന്റെ നാമം വെറുതെ എടുക്കില്ല, അതിന് വളരെ വില കൊടുത്തിട്ടുണ്ട്. അവൻ ശബത്ത് ദിവസം അനങ്ങില്ല, വേറൊരു പണിയും ചെയ്യത്തില്ല, കൃത്യമാണ്. കൊലയില്ല, വ്യഭിചാരമില്ല, മോഷണമില്ല, ഒന്നുമില്ല. 10 കൽപ്പനകൾ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ അവൻ കഠിനാധ്വാനം ചെയ്താണ് ഈ 10 കൽപ്പനകളിൽ അവൻ നിൽക്കുന്നത്. അപ്പൊ ഇവൻ എല്ലാ ബോക്സും ടിക്ക് ചെയ്തിട്ടുണ്ട്, ഇവനാണ് നീതിമാൻ. എന്നാൽ ഇവിടുത്തെ ജാതി, ഈ ജാതീയനായ മനുഷ്യൻ യവനൻ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം വന്നപ്പോ ഇവനാ രക്ഷപ്പെട്ടത്, അവൻ രക്ഷപ്പെട്ടില്ല. അതെന്തൊരു മാജിക്കാണ്! അതെന്താ ദൈവം അങ്ങനെ ചെയ്തത്? നമുക്ക് ഇന്നത്തെ സാഹചര്യവുമായിട്ടൊന്ന് വെച്ച് നോക്കാം. നമ്മൾ എങ്ങനെയാണ് നീതിമാന്മാരാകുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല? കള്ള് കുടിക്കുന്നില്ല, കള്ള്, സിഗരറ്റ്, സിനിമ,
പിന്നെന്താ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? പള്ളിയിലെ യോഗങ്ങൾ, ബൈബിൾ സ്റ്റഡി, ഒത്തിരി കാര്യങ്ങൾ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇത് ഉപേക്ഷിച്ചത് ഇതെല്ലാം നല്ല കാര്യങ്ങൾ, ഇതെല്ലാം വേണ്ടതാണ്, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ദശാംശം, സ്വർണ്ണാഭരണം ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ എന്താ പ്രോബ്ലം എന്നറിയോ? ഇത് ഓരോന്നും നമ്മൾ ചെയ്യും തോറും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായത്, ഇതെല്ലാം നമ്മളെ സ്വയം നീതിമാന്മാരാക്കി മാറ്റി. നമ്മൾ ഇവനെ നോക്കി കളിയാക്കി. അയ്യ, നീയൊക്കെ എന്നെ ഒരു ജാതീയനായി ജനിപ്പിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തോത്രം, എന്നെ ഒരു യഹൂദനായി ജനിപ്പിച്ചതിനായിട്ട് സ്തോത്രം എന്നാണ് പറയാൻ തുടങ്ങി. ആ പരീക്ഷ നിന്നോണ്ട് തന്നോട് തന്നെ, ഞാൻ ഇവനെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. നമ്മളങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ജാതികളെ ആൾക്കാരെ കാണുമ്പോൾ, ഓ എന്റെ ദൈവമേ, അവനെ പോലെ എന്നെ അല്ലാതാക്കി ദൈവമേ സ്തോത്രം. ഇതാണ് യഹൂദന്റെ പ്രശ്നം. അവൻ പ്രവൃത്തികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, അതെല്ലാം അവന്റെ സ്വയനീതിയായിട്ട് ആഡ് ചെയ്യപ്പെടുക, മറ്റുള്ളവരെ വിധിക്കാൻ അവന് പ്രയോജനപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തപ്പോ ഇവ വിചാരിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ആയിരിക്കും. അല്ലെ? നിങ്ങൾ തന്നെ ആലോചിക്കും. ന്യായമായിട്ടും കർത്താവ് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് 10 കൽപ്പനകൾ അതുപോലെ അനുസരിച്ച്, കൾട്ടിക് ലോ എല്ലാം അതുപോലെ, കൾട്ടിക് ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരപരമായ നിയമങ്ങൾ, ടെമ്പിൾ സംബന്ധമായ ആചാരപരമായ നിയമങ്ങളെല്ലാം അനുസരിച്ച്, മോറൽ ലോ എല്ലാം പാലിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണോ യേശുക്രിസ്തു ചെല്ലേണ്ടത്? അതോ ഒന്നും അനുസരിക്കാതെ തോന്നിയ പോലെ എല്ലാ പാവവും ചെയ്ത് ജീവിച്ച ജാതിയുടെ അടുത്തേക്കാണോ, ഈ ചുങ്കക്കാരന്റെ അടുത്തേക്കാണോ യേശുക്രിസ്തു ചെല്ലേണ്ടിയിരുന്നത്? ന്യായമായിട്ടും ഈ നീതിമാന്റെ അടുത്തേക്കല്ലേ ചെല്ലേണ്ടിയിരുന്നത്? പക്ഷെ കർത്താവ് ആരുടെ അടുത്തേക്കാണ് ചെന്നത്? പാപികളുടെ ചുങ്കക്കാരുടെ അടുത്തേക്കാണ്. കർത്താവ് പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളൊരു വെയിറ്റ് ലിഫ്റ്റർ ആണെന്ന് വിചാരിച്ചു. വെയിറ്റ് ലിഫ്റ്റർ, ഓക്കെ, ഞാൻ ഈ ഭാഗം അങ്ങ് മാച്ച് കളയുവാണേ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം. അതിന്റെ ഉദ്ദേശമുണ്ട്, ഇതിവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ദൈവത്തിന്റെ കൽപ്പനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ തൽക്കാലം മാച്ച് കളഞ്ഞു, അവിടെ എഴുതാൻ പോവാ, ഇപ്പൊ അല്ല, ഇത്തിരി കഴിഞ്ഞിട്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു വെയിറ്റ് ലിഫ്റ്റർ ആണെന്ന് വിചാരിച്ചു. സ്വയനീതിക്കാരൻ ഒരു വെയിറ്റ് ലിഫ്റ്ററെ പോലെയാ. അവൻ കള്ളുകൂടി നിർത്തി. അപ്പൊ അവൻ ഒരു മാർക്ക് കൊടുത്തു, 10. 10 കിലോ. ആരോടും പറയാതിരിക്കെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. എന്റെ ഫാദർ ഒരു മിലിറ്ററിയിൽ നിന്ന് വന്ന ആളായിരുന്നു. പുള്ളിക്ക് 2 മാസം കൂടുമ്പോൾ പുള്ളി എറണാകുളത്ത് വന്ന് കോട്ട ഈ മിലിറ്ററി റണ്ണ് ഈ മദ്യം മേടിക്കുമായിരുന്നു. പുള്ളി കുടിക്കില്ല, പുള്ളി അത് ആർക്കെങ്കിലും കൊടുക്കും, എന്നിട്ട് പൈസ വാങ്ങിക്കും. നിയമവിരുദ്ധമായ കാര്യമാണ്. പുള്ളി എപ്പോ സ്നാനപ്പെട്ടോ അന്ന് ആ പരിപാടി നിർത്തി. പിന്നെ ഒരിക്കലും ആ സാധനം വാങ്ങിക്കുകയോ കൊടുക്കുകയും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? ഒരു 5-6 വർഷക്കാലം പുള്ളി എല്ലാവരോടും ഇത് പറയുമായിരുന്നു, ഞാൻ അത്രയും നഷ്ടം സഹിച്ചിട്ടാണ് സ്നാനപ്പെട്ടത്. ഇപ്പൊ എന്താ സംഭവം നല്ലതാണെങ്കിലും അതൊരു 10 കിലോ കൂട്ടി. ഈ സിഗരറ്റ് വലി നിർത്തിയപ്പോ ഒരു 10 കിലോ, സിനിമ കാണൽ നിർത്തിയപ്പോ ഒരു 10 കിലോ, അങ്ങനെ ഓരോ 10 കിലോ കൂടി 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 മൊത്തം ഒരു 70 കിലോ ഇയാൾ എടുത്ത് പൊക്കി. അയാൾ ചുറ്റും നോക്കിയപ്പോ അയാളുടെ ആശ്വാസം, ഇപ്പുറത്ത് നിൽക്കുന്ന യവനൻ 5 കിലോ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവന്റെ ആകെയുള്ള ആശ്വാസം. അതാണ്. അപ്പൊ ന്യായമായിട്ട് ഇവൻ ചിന്തിക്കുകയാണ്, 70 കിലോ പൊക്കി എന്റെ അടുത്ത് കർത്താവ് വന്നില്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്ത് പോകാൻ? ഇത് 70 കിലോയുടെ ഒരു കല്ലാണ് ഇവന്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ 70 കിലോ. ഇപ്പൊ നമ്മൾ കൂട്ടിയപ്പോ അത്രേ വന്നുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി എഴുതാം. നിങ്ങൾ ചിലപ്പോൾ 90 കിലോ എടുക്കുന്നവരായിരിക്കും, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എന്തായാലും 70 കിലോയും കൊണ്ട് ഇവനോട് നിൽക്കുമ്പോൾ ഇവനോട് പുച്ഛമാണ്. കാരണം ഇവന് 5 ഗ്രാം പോലും ഇവന്റെ കയ്യിലില്ല, നീതി അന്വേഷിച്ചിട്ടേ ഇല്ല. അപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ? ഇവന്റെ കപ്പാസിറ്റിയാണ് 70 കിലോ. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എന്റെ നീതി ഞാൻ അനുസരിച്ച് പൂർത്തിയാക്കിയ നീതി, പെർഫെക്റ്റ് നീതി, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 70 കിലോ. പൗലോസിന് ചിലപ്പോൾ 100 കിലോ ആയിരിക്കും, അല്ല 150 കിലോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ സുഖിച്ചിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു വന്നിട്ട് ദൈവത്തിന്റെ നീതി സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഒരു 500 കിലോ ആയിരുന്നു. ഇതിനെയാണ് നമ്മൾ ഇടർച്ചക്കല്ലെന്ന് പറയുന്നത്. ഇവനും കിട്ടി 500 കിലോ.
അപ്പൊ ഇവൻ എന്ത് വിചാരിച്ചെന്നറിയാം? 70 കിലോ എടുത്തവൻ 70 കിലോ ഞാൻ എടുത്തത് വേണ്ട, 500 വേണ്ട, നമുക്കൊരു 100 മതി. അതാണ് കുറച്ചുകൂടെ ഒരു ടാൻഡലൈസിങ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു നമുക്കൊരു ചെയ്യാൻ പറ്റും എന്നൊരു വഞ്ചന തോന്നണമെങ്കിൽ 100 കിലോ 100. അപ്പൊ ഇവൻ വിചാരിക്കുന്ന എന്താ? 70 കിലോ എടുത്ത് എനിക്ക് പരിചയമുണ്ട്, ഇവൻ 1 കിലോ പോലും എടുത്ത് പരിചയമില്ല. അപ്പൊ ന്യായമായിട്ടും ഇത് എനിക്ക് പ്രവർത്തിച്ച് പൂർത്തിയാക്കാൻ പറ്റും എന്ന് ഇവൻ വിചാരിച്ചു. ഇവന് മനസ്സിലായി പൂർത്തിയാക്കാൻ പറ്റില്ല. നമുക്ക് വേറൊരു പേര് ഇവന് കൊടുക്കാം, ചുങ്കക്കാരൻ. ഇവൻ പരീശൻ. നമ്മൾ ഏത് ഗ്രൂപ്പിലാന്ന് ആലോചിച്ചോണേ. അപ്പൊ ചുങ്കക്കാരൻ ഈ 100 കിലോ കണ്ടപ്പോഴേ മനസ്സിലായി എന്നെ കൊണ്ട് പറ്റില്ല. ഇവൻ നെഞ്ചത്തടിച്ചൊരു നിലവിളിയാ. പകരക്കാരനെ നോക്കി, കർത്താവേ നീ എന്നെ രക്ഷിക്കണേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നോ മാറത്തടിച്ചു. കാരണം 100 കിലോ കണ്ടപ്പോൾ മനസ്സിലായി ദൈവത്തിന്റെ നീതി ഇങ്ങനെയാണ്, പ്രവൃത്തിയാൽ നടക്കില്ല. കർത്താവ് എന്നെ സഹായിച്ചില്ലെങ്കിൽ രക്ഷപ്പെടില്ല. അവൻ പകരക്കാരനിലേക്ക് നോക്കി. അവൻ രക്ഷപ്പെട്ടു. ഇവൻ എന്ത് ചെയ്തു? 70 കിലോ എടുത്ത പരിചയത്തിൽ അവൻ കർത്താവിന്റെ നീതി ഇതുകൊണ്ട് സാധിക്കാമെന്ന് വിചാരിച്ചു. അവൻ പ്രവൃത്തിയിലേക്ക് നോക്കി. പ്രവൃത്തിയിലേക്ക് നോക്കിയപ്പോ അവൻ 70 കിലോയിൽ സ്റ്റക്കായിരുന്നു. അവൻ രക്ഷപ്പെട്ടില്ല. അവൻ പകരക്കാരനിലേക്ക്, കാരണം അവന് രോഗമില്ല, അവന് കുഴപ്പങ്ങളൊന്നുമില്ല. അവൻ നോക്കുമ്പോ ഈസ് ഫൈൻ. എക്സ്റ്റേണലി ആ നിയമം അവൻ അനുസരിച്ചിട്ടുണ്ട്. ആ ഇടർച്ചക്കല്ല് അവൻ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവനെ കൊണ്ട് പറ്റും. സ്വതേ അവൻ ആ ഇടർച്ചക്കല്ലിനെ വഴിമാറി നടന്നു. എന്നിട്ട് 70 കിലോ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനാണ് നീതിമാൻ. അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് പരീശന്റെയും ചുങ്കക്കാരനെ കഥ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. ആ ചുങ്കക്കാരന്റെ കഥയാന്ന് പറയാൻ കാരണം അവസാനം അവൻ കരയുന്നത് എങ്ങനെയാ? മാറത്തെളിച്ച് കർത്താവിന്റെ, കർത്താവേ പാവിയായ എന്നോട് കരഞ്ഞുണ്ടാണ്. അത് പരീശന്റെ നീതി കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. അവൻ കർത്താവിനെ നോക്കി. സ്വർഗത്തിലോട്ട് നോക്കാൻ പറ്റാത്തായിരുന്നു അവന്റെ വിഷമം. സ്വർഗത്തിലോട്ട് നോക്കാൻ പറ്റാതെ, ദൈവികമായതിനെ നോക്കാൻ പറ്റാതെ അവൻ നിലവിളിക്കുന്നത്. അവൻ നിലവിളിക്കുമ്പോ കർത്താവിന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അവൻ നീതീകരിക്കപ്പെട്ടവനായി. ഹി വാസ് മെയ്ഡ് റൈച്ചസ്. കരുണ ലഭിച്ചു എന്നല്ല, അവൻ നീതീകരിക്കപ്പെട്ടവനായി. അവൻ ചോദിച്ച കരുണയാണ്, പക്ഷെ അവന് ലഭിച്ചത് നീതിയാ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അപ്പൊ കർത്താവ് എന്തിനാ ഇടർച്ചക്കല്ല് വെച്ചത്? യഹൂദനും യവനനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടി. ഇത് പോരായിരുന്നു, ഇത് വേണം, പക്ഷെ ഇത് പോരാ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്ന് പറഞ്ഞു, അരുതുകൾ നമുക്ക് എളുപ്പമായിരുന്നു. ചെയ്യരുത് 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 നിയമങ്ങൾ എളുപ്പമായിരുന്നു. പക്ഷെ ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകൾ നമുക്ക് പ്രയാസമായിരുന്നു. 100 കിലോ ആയിരുന്നു, എടുത്തില്ല. കർത്താവ് പറഞ്ഞ ഒരു കാര്യം എടുത്തില്ല. അപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്റെ നീതി അവതരിപ്പിച്ചപ്പോൾ അത് ഇടർച്ചക്കല്ലായി മാറി. തട്ടി വീണു, അവർ അതിൽ വീണു. പക്ഷെ ജാതികൾ എല്ലാവരും അല്ല കേട്ടോ, ആ നീതിക്ക് വേണ്ടി ദാഹിച്ചവർ എന്ത് ചെയ്തു? കർത്താവേ എന്നെ രക്ഷിക്കണേ നിലവിളിച്ചു. ആരെല്ലാം അവനെ വിളിച്ചപേക്ഷിച്ചോ അവരെല്ലാം രക്ഷ പ്രാപിച്ചു. നമ്മുടെ ഒരു റൂമിനകത്ത് അകപ്പെട്ട് ഒരു ഡോർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ആ ഡോറിന്റെ വാതിക്കല് ആ ഡോറിന്റെ പടിയില് ഒരു 100 കിലോ വെയിറ്റ് കൊണ്ട് ഒരാൾ വെച്ചിരിക്കുക. അപ്പൊ 70 കിലോ എടുത്ത് പരിചയമുള്ളവൻ എന്ത് ചെയ്യും? തന്നെ എടുത്ത് മാറ്റാൻ നോക്കും. പക്ഷെ 1 കിലോ എടുത്ത് പരിചയമില്ലാത്തവൻ അവിടെ അന്വേഷിക്കും, 100 കിലോ എടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? അവനിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല, അവനെ രക്ഷിക്കുന്ന കർത്താവിലാണ് അവന് കോൺഫിഡൻസ്. ഇനി നമുക്ക് ആ വാക്യം വായിച്ചു നോക്കാം. ഇങ്ങനെ തന്നെയാണോ എഴുതിയേക്കുന്നതെന്ന്? പൗലോസ് ഇങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേലും ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അടുത്ത വാക്യം പറയാണ്, ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല
എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ആണല്ലോ. അപ്പൊ നീതിയെ അന്വേഷിച്ച് നടന്നവരല്ല നീതി പ്രാപിച്ചത്, കർത്താവിനെ നോക്കി ദൈവത്തിന്റെ നീതിക്കായി നിലവിളിച്ചവരാണ് രക്ഷ പ്രാപിച്ചത്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം കവറായി. അവൻ കള്ളൂടി നിർത്തി, സിഗരറ്റ് നിർത്തി, എല്ലാം ചെയ്തു. പക്ഷെ അതല്ലായിരുന്നു യഥാർത്ഥത്തിൽ നീതി എന്ന് പറഞ്ഞതിന്റെ പൊരുളായിരുന്നു. അത് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം അവന് ലഭിക്കുന്നതായിരുന്നു. അത് 100 കിലോ ആയിരുന്നു, അവൻ എടുക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത് ദൈവം അവനിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പൊ കർത്താവായ രക്ഷകനിൽ വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു. അല്ലാത്തവർക്ക് യേശു ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലായി, ഒരു തടങ്ങൽ പാറയായിട്ട് മാറി. ദൈവത്തിന്റെ നീതി തടങ്ങൽ പാറയായി മാറിയപ്പോൾ അവർ അവരുടെ സ്വന്തം നീതി സ്ഥാപിച്ചു. ഇനി അടുത്ത അധ്യായം നോക്കിക്കേ, ഇതിന്റെ ഈ ഡിസ്കഷൻ തുടർന്നു പോവാണ്. സഹോദരന്മാരെ, അവർ എന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പ് രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എന്റെ യാചനയുമാകുന്നു. അപ്പൊ അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു. കർത്താവിന്റെ നീതിയിലോട്ടൊന്ന് നോക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. ഇസ്രായേൽ മക്കൾ എങ്ങനെ വീണുപോയെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കർത്താവിന്റെ നീതിയിലേക്ക് ഒന്ന് നോക്കി, കർത്താവേ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അവരത് ചെയ്തില്ല. അടുത്ത വാക്യം നോക്കിയേ, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ ആണല്ലോ. എരിവുള്ളവർ, അതുകൊണ്ട് ഇത്രയും പണി ചെയ്തത്. പരിജ്ഞാന പ്രകാരമല്ല. നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭയങ്കര എരിവ, പക്ഷെ പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാർ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കൂടുതൽ എരിവ് തോന്നുന്നത് ദൈവം പറഞ്ഞ കൽപ്പനയോടാണോ ദൈവം പറയാത്ത കാര്യങ്ങളോടാണോ? കൂടുതൽ എരിവ് തോന്നുന്നത് ദൈവം പറയാത്ത കാര്യങ്ങളോടാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. രോഗം വന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണരുത്. കേട്ടിട്ടുണ്ടോ? നല്ല കാര്യമാണ്. പക്ഷേ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാൽ അതിൽ കൂടുതൽ ബൈബിളിലുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഏതാ ബൈബിളിലുള്ളത്? ചില ആൾക്കാർ പറയുന്നത് ധനവാനായ മനുഷ്യനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ശിഷ്യന്മാരോടും പറഞ്ഞു, പിതാവ് നിങ്ങൾക്ക് അവന്റെ രാജ്യം നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് ഭിക്ഷ കൊടുക്കും. ഈ ലോകം നിങ്ങൾ സ്വത്തുക്കളെ സ്വരൂപിക്കരുത്. ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യത്തിൽ എന്താ ആർക്കും ഒരു എരിവില്ലാത്തത്? നിങ്ങൾ ഇനി ആളുകൾ എരിയുന്ന കാര്യങ്ങളൊന്നും ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കണേ. എരിവ്, അവിടെ പരിജ്ഞാനം ഉണ്ടായിരിക്കില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ആരും എരിയാറില്ല. വെള്ളവസ്ത്രത്തിന്റെ പേരിൽ എരിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എരിയുന്നേ. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തതാ ബ്രദർ എന്നൊക്കെ പറയുമ്പോ എന്താ പരിപാടി എന്നറിയോ? ദൈവം പറയാത്ത ഒരു കാര്യത്തിന് വേണ്ടി വില കൊടുത്തു. അതാണ്. ഇതായിരുന്നു യഹൂദന്മാരുടെ പ്രശ്നം. ഒത്തിരി നിയമങ്ങളാണ്, പക്ഷെ കർത്താവ് പറഞ്ഞിട്ടില്ല. അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കിയേ? അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി കീഴ്പ്പെട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഞാൻ ഈ പിക്ചർ മാറ്റിയിട്ട് വേറൊരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. ഈ പിക്ചർ ആയിരിക്കും ഇനി ഈ ക്ലാസ് തീരുന്നവരെ ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇത് ഒരു നീതി. ഒരാൾ ഇവിടെ നിൽക്കുന്നത്, അതിൽ അവൻ ഗമ കാണിക്കുന്നു, കാരണം അതിന് താഴെയുള്ളവരും ഉണ്ട്, അതുകൊണ്ട് അവനേക്കാൾ ഭേദം ഞാനാ. ഇത് അതിന്റെ മുകളിൽ വേറൊരു നീതി. ഇവിടെ ഒരുത്തൻ നിൽക്കുന്നു, അപ്പൊ അവൻ ഇവനെ വെല്ലുവിളിക്കുന്നു, ഞാനാണ് നിന്നേക്കാൾ നീതിമാൻ എന്ന് പറയുന്നു. ഇങ്ങനെ പല പല നീതികളുണ്ട്. ഓരോ മനുഷ്യനും ഓരോ നീതിയുണ്ട്. ഇതിന്റെ മുകളിൽ ഒരു നീതിയുണ്ട്. ഇനി ഏറ്റവും മുകളിൽ വര. ഇത്രയും വരകൾ ഞാനിവിടെ വരച്ചു. ഓക്കെ, ഇനി ഈ വരകൾ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ഇതിനെ നമ്മൾ വേണമെങ്കിൽ സമൂഹത്തിന്റെ നീതി എന്ന് പറയാം. സമൂഹത്തിന്റെ നീതി. ഈ സമൂഹത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് മാന്യമായി ജീവിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന നീതി, അതായത് ഗവൺമെന്റ് തരുന്ന ചിട്ടകളെല്ലാം അനുസരിച്ചുള്ള നീതി. അങ്ങനെ ജീവിക്കുന്നവരാണ് മാന്യന്മാർ. ലോകം അവരെയാണ് മാന്യന്മാരെന്ന് വിളിക്കുന്നത്. സമ്മതിച്ചല്ലോ? അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കരുത്, ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിക്കരുത്. ഒത്തിരി നിയമങ്ങളായി. ഇപ്പൊ പണ്ടത്ര നിയമങ്ങളില്ല, ഇപ്പൊ നിയമങ്ങളോട് നിയമങ്ങളാണ്. അതെല്ലാം അനുസരിക്കുന്നവനാണ്, ഒരു കേസ് കെട്ടും ഇല്ലാത്തവനാണ് മാന്യൻ.
പക്ഷെ അവന് വേറെ ചില കാര്യങ്ങൾ ചെയ്യാം. ഇത്തിരി കള്ളു കുടിക്കാം, ആർക്ക് ശല്യം ഉണ്ടാക്കരുത്, ഒരു സിഗരറ്റ് വലിച്ച ആരും ചോദിക്കത്തില്ല, പിള്ളേരെ കൂട്ടി സിനിമയ്ക്ക് പോയാൽ, അവധിക്കാലത്ത് ഒരു സിനിമയ്ക്ക് പോയാൽ ആരും ഒന്നും പറയത്തില്ല. അപ്പൊ സമൂഹത്തിന്റെ നീതിയിൽ അതല്ല അക്സെപ്റ്റബിൾ ആണ്. എന്നാൽ സഭയുടെ നീതിയിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിയമങ്ങളെല്ലാം, സമൂഹത്തിലെ നിയമങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. പ്ലസ് എന്തൊക്കെയുണ്ട്? ഇത് പ്ലസ് കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണരുത്, ചർച്ചിന്റെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണം, പൈസ കൊടുക്കണം, മീറ്റിങ്ങിൽ കൃത്യമായിട്ട് സംബന്ധിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കണം, ഭാര്യയോട് വഴക്കുണ്ടാക്കരുത്, സ്നേഹമായിട്ട് പെരുമാറണം, മാന്യനായിരിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും? ഈ രണ്ടാമത്തെ പടിയിൽ വരും. ഇതാണ് സഭയുടെ നീതി. അപ്പൊ ഈ സമൂഹത്തിന്റെ നീതിയിൽ കിടക്കുന്നവൻ കള്ളുകൂടിയും സിഗരറ്റ് വലിയും നിർത്തി മര്യാദക്കാരനായി സഭയിൽ വന്നു തുടങ്ങിയാൽ നമ്മൾ പറയും മാനസാന്തരപ്പെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിൽ ഏതെങ്കിലും സഭയില് ഈ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്നോ, കണ്ണു ചൂടുന്നവർ തെറിഞ്ഞു കളയണമെന്നോ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയാറുണ്ടോ? പറയാറില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യാറില്ല, ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ സഭയുടെ നീതി എന്ന് പറയുന്നത് മനുഷ്യന് പോസിബിൾ ആണ്, അല്ലെ? നിങ്ങളുടെ സഭയുടെ നീതി നിങ്ങൾക്ക് അനുസരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു നീതിയല്ലേ തന്നിട്ടുള്ളൂ? അനുസരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇതാണ് സഭയിലെ നീതി. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു വരയുണ്ട്, ഇതാണ് എന്റെ നീതി, കാരണം ഉള്ളതിൽ ഭേദം ഞാനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? യുവമാരൊക്കെ എന്നും മാനസാന്തരപ്പെടാനാ? എത്ര പ്രസംഗം കേട്ടാലും ചിലന്മാർ മാനസാന്തരപ്പെടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് കുറച്ചൊക്കെ, ഇനി ബാക്കിയുള്ളവരൊക്കെ ഇനി മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ സഭ നന്നാവും. അപ്പൊ എന്റെ നീതിയാണ് സഭയുടെ പൊതുവായ നീതിയേക്കാളും കുറച്ചുകൂടെ ഭേദം. ഇനി അതിനേക്കാൾ മുകളിലായിരിക്കണം പാസ്റ്ററുടെ നീതി, കാരണം ഏത് സഭയിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനടുത്ത് പാസ്റ്റർ ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് തോന്നുവാണ് എനിക്ക് പാസ്റ്ററുടെ എത്രയും തന്നെ നീതി ഉണ്ടെന്ന് തോന്നിയാൽ അയാൾ ഒരു 10 മീറ്റർ അപ്പുറത്ത് വേറെ സഭ തുടങ്ങും. കാരണം ഒരു കാട്ടിൽ ഒരു സിംഹമേ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് ഈ നീതി വർക്കൗട്ട് ചെയ്യുന്നറിയോ? ഇപ്പൊ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പാസ്റ്റർ വരുമ്പോൾ വിശ്വാസി സിനിമ കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. പാസ്റ്റർ ഇതൊക്കെയാണ് പരിപാടി ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പൊ വിശ്വാസി പറയും, അതെ പിള്ളേർ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോ വന്ന പാസ്റ്റർ, ഞങ്ങൾ ഇതൊന്നും കാണാറൊന്നുമില്ല. പെട്ടെന്ന് ഹാർവസ്റ്റ് ചാനലിലോട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പറയാം. പാസ്റ്റർ അത് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ മൈൻഡ് ചെയ്താൽ പിന്നെ വിശ്വാസികളൊന്നും സഭയെ കാണുക. പക്ഷെ പാസ്റ്ററുടെ വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ പാസ്റ്റർ ഒരു സിനിമയും കണ്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുവാണെങ്കിൽ പാസ്റ്ററുടെ ശുശ്രൂഷ പോക്കായിരിക്കും എന്നുള്ള കാര്യം ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം വിശ്വാസികൾ തന്നെ ചിന്തിക്കുന്ന എന്നാന്നറിയോ, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെക്കാളും നല്ലൊരു ആത്മീകനല്ലെങ്കിൽ ഞങ്ങളുടെ സഭ ശരിയാവൂലെന്ന്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. പാസ്റ്റർ അങ്ങനെ ആയാൽ പോരാ. കാരണം ഞങ്ങളുടെ പൈസയും മേടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന അയാൾ സിനിമയും കണ്ടോണ്ടിരുന്നു. ഞാനൊരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം ഒരു സെക്രട്ടറി പാസ്റ്ററുടെ കുറ്റം പറയാൻ വന്നു. പ്രസംഗിക്കാൻ പോയതാ, ഗൾഫിലൊന്നും അല്ല കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ പുള്ളി പറയോ, എന്റെ പാസ്റ്ററെ ഈ പുള്ളി ഒരു ആത്മീയനല്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞങ്ങളൊരു ദിവസം വൈകിട്ട് 7:30 ആയപ്പം പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പം പുള്ളി TV കണ്ടോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്ത് കണ്ടോണ്ടിരിക്കുക TV-യില്? വാർത്ത. ഞാൻ ചോദിച്ചു വാർത്ത കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താ പ്രശ്നം? അന്നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമല്ലേ? ഇവര് കാണും, ഇവരുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ പാസ്റ്റർ ഞങ്ങളുടെ പിള്ളേരെ ഗൾഫിൽ വിടാനും അമേരിക്കയിൽ വിടാനും പ്രാർത്ഥിക്കേണ്ട ആള്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ നീതി പാസ്റ്റർക്കൊന്നും വിശ്വാസിക്കൊന്നുമില്ല. എല്ലാവർക്കും ഒരേ നീതിയുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. നമ്മൾ എന്താ അവനവന്റെ നീതി സ്ഥാപിച്ചു. അതാ ഇവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത്, എല്ലാവരും അവനവന്റെ നീതി സ്ഥാപിച്ചു. കാരണം ആരും ദൈവത്തിന്റെ നീതി തിരിഞ്ഞു നോക്കിയില്ല. അതിങ്ങനെ മുകളിലായിരുന്നു, അതാരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും അവനവന്റെ നീതി സ്ഥാപിച്ചു. കറക്റ്റ് ആണോ? എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞു. അപ്പൊ ഈ താഴെ നിൽക്കുന്ന വരയിൽ നിന്നുള്ളവൻ മുകളിൽ കയറാൻ പറ്റും. ആ മുകളിൽ നിൽക്കുന്നവൻ താഴെയുള്ളവന്റെ കുറ്റം പറയും. ഇതിന് മുകളിൽ ഒരാൾ കയറിയാൽ അതിന്റെ താഴെയുള്ള എല്ലാവരെയും കുറ്റം പറയും. കാരണം നന്മതിന്മകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വരകളെല്ലാം. നന്മ തിന്മ. എന്നാൽ ഈ മനുഷ്യനാൽ സാധിക്കുന്ന ഈ വരകളുടെ എല്ലാം അപ്പുറത്ത് ഈ വരയാണ്
മനുഷ്യന്റെ മാക്സിമം ലിമിറ്റ്. ഇതിനെ ഞാൻ ദ ലൈൻ ഓഫ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. ന്യായപ്രമാണത്തിന്റെ വര, പരീശന്റെ ശാസ്ത്രത്തിൽ ഇതിനെ കവിഞ്ഞാലേ ദൈവത്തിന്റെ നീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് അപ്പർ ലിമിറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഇനി നമുക്ക് ഈ ന്യായപ്രമാണത്തിന്റെ വര എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എന്താണ് ഈ സാധനം? അടുത്ത വാക്യം. ഞാൻ ഈ പറയുന്ന എല്ലാം ബൈബിളിലുണ്ട് കേട്ടോ. നമ്മളിപ്പോ കാണാൻ പോവാണ് 1 by 1. അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അടുത്ത വാക്യം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു, ന്യായപ്രമാണം ഇതാണ്, കണ്ടോ ഈ വര കണ്ടോ, ന്യായപ്രമാണം ഈ വരയാണ്, ഈ വരയാണ് ന്യായപ്രമാണം. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിനിഷ് ചെയ്ത ആളാണ്. ലാസ്റ്റ് പോയിട്ട് അതിനപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റും, അങ്ങോട്ടും ആർക്കും പോകാൻ പറ്റും. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ. അടുത്ത വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്, അതായത് ഈ നീതിയെ സംബന്ധിച്ച് എന്താ പറയുന്നേ? അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണത്തിലുള്ള നീതിയെ സംബന്ധിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അപ്പൊ ന്യായപ്രമാണം ചെയ്യാൻ വേണ്ടിയായിരുന്നു, പ്രവൃത്തികളായിട്ടാ വന്നത്. ഓക്കെ, അപ്പം ആ ഒരു കൽപ്പന നമുക്കൊന്ന് എടുത്തു നോക്കാം. നിന്റെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണം. അത് ആരുടെ നിയമമോ? പഴയ നിയമമാണോ പുതിയ നിയമമാണോ? പുതിയ നിയമം. മോശ എന്താ പറഞ്ഞത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അങ്ങനെയല്ലേ മോശ പറഞ്ഞത്? അപ്പൊ മോശ എന്നോട് പറയുക, ചേച്ചേ സത്യം പറഞ്ഞ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന് ഞാൻ പറഞ്ഞു ദുഷ്ടന്മാരായ ഹൃദയകാഠിന്യമുള്ളൊരു ജനത്തോടാ. കർത്താവ് തന്നെ അത് പറഞ്ഞില്ലേ? അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശ അവരോട് അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ അങ്ങനെ അല്ല പറയുന്നതെന്ന് കർത്താവ് തന്നെ പറഞ്ഞില്ലേ? അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഹൃദയകാഠിന്യമുള്ള ഒരാൾക്കാരുടെ പറഞ്ഞത്. അതായത് പല്ലിന് പകരം പല്ല്, ഒരു പല്ലെടുത്താൽ നീയും പോയി ഒരു പല്ലെടുത്തോണം. ഒരുത്തൻ വന്ന് നിന്റെ ഒരു പല്ലെടുത്താൽ നീ ഇങ്ങനെ പറയരുത്, അവൻ എന്റെ ഒരു പല്ലെടുത്തതാ, അവന്റെ 32 പല്ല്, അങ്ങനെ പറയരുത്. ഒരു പല്ലിന് ഒരു പല്ല്. അപ്പൊ മഹാദുഷ്ടന്മാരാ ഇവന്മാര്. പോയി പല്ലല്ല താടി വരെ അടിച്ചെടുത്ത് ഊരിയെടുത്തോണ്ട് വരും. അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ അടുത്ത് കരിങ്കല്ല് പോലുള്ള മനുഷ്യരോട് പൗലോസ് മോശ പറയാണ്, നീ എന്ത് ചെയ്യണം? നീ ഒരു പല്ല് നിന്റെ എടുത്താൽ ആ ഒരു പല്ല് എടുക്കാവുള്ളൂ. അതാണ് ന്യായപ്രമാണം. തിന്മയെ തടയാനാ, അല്ല നീതിയെ സ്ഥാപിക്കാൻ പറ്റില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കാരണം അനീതി തടുക്കാനാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ഒരുക്കാൻ വേണ്ടി ഒരു ശിശുപാലകനെ പോലെ ഈ നിയമം നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പൊ മോശ എന്നോട് പറയണം, ചേസേ സത്യം പറഞ്ഞ ഇതൊക്കെ ദുഷ്ടന്മാർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. നമ്മളോട് കർത്താവ് പറയുന്നത് എന്നാന്നറിയാം? ഒരു കരണം തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് നമ്മളോട് കർത്താവ് പറയുന്നത്. അപ്പൊ ഞാൻ പറയും, എന്റെ മോശേ, എനിക്ക് തടിയുണ്ടെന്നുള്ളതല്ലാതെ വലിയ ആരോഗ്യമൊന്നുമില്ല. എന്നെ അടിക്കാൻ വരുന്നവൻ ജിമ്മ 6 പാക്കോ 9 പാക്കോ ഒക്കെയാണ്. എത്ര പാക്കാന്ന് എണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവനൊരു അടി അടിച്ചാൽ, ഞാൻ ആകെ ഒരു ഫാമിലി പാക്ക് മാത്രമേ ഉള്ളൂ, അവനൊരൊറ്റ അടി അടിച്ചാൽ എന്റെ വായിന്ന് രക്തം വരും. അത് ബ്രെയിനിൽ നിന്നാണോ വരുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ മേല. അടുത്തൊരടിക്ക് ഞാൻ മറ്റേ കരണോടെ കാണിച്ചു കൊടുത്താൽ ഞാൻ ചത്തുപോകും. ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യും മോശെ? അപ്പൊ മോശ പറയും, എടാ അനുസരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? നീ ആവർത്തന പുസ്തകം വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. നിന്നെ ദേശത്ത് മാനിക്കും, നിന്നെ ആളുകളുടെ ഇടയിൽ വലിയ പേരാക്കും, നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടും, നീ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും എന്നെ അനുഗ്രഹിക്കും. എന്റെ മോശേ, ഞാൻ ചത്തുപോയ ശേഷം, 2 അടിയും കൊണ്ട് ഞാൻ ചത്തുപോയ ശേഷം എന്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്താ കാര്യം? എന്റെ മോശ, എന്റെ മക്കൾ നന്നായി നല്ല നിലയിൽ വന്നത് കാണാൻ ഞാൻ വേണ്ടേ? അപ്പൊ മോശ പറയും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കാരണം ജീവിച്ചിരുന്നാലല്ലേ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റൂ.
ആവർത്തന പുസ്തകത്തിലെ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ജീവിച്ചിരുന്ന് പ്രാപിക്കേണ്ടതാ. ഈ ലോകത്ത് ദീർഘായുസ് കിട്ടി ഈ ലോകത്ത് ജീവിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി മരിക്കാൻ പറ്റില്ല. കാരണം വാഗ്ദത്തങ്ങളെല്ലാം നിഴലുകളാ, ഇവിടെ ഉള്ളതാ. ആ നിഴലുകൾ പോലെയുള്ള ലൗകികമായ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ആർക്കും ജീവൻ കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ചെയ്യാനാണ് ന്യായപ്രമാണം പറയുന്നത്. അപ്പൊ ആ നീതിക്ക് ലിമിറ്റ് ഉണ്ട്. പ്രവൃത്തിയാൽ വരുന്ന നീതിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം അവൻ ചത്തുപോകാതെ അവൻ നോക്കണം. ഈ പ്രവൃത്തിയുടെ ലിമിറ്റ് എന്ന് പറയുന്ന മരണഭയമാണ്. ഈ ലൈനിന് മുകളിലോട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ മരണഭയം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ നീതിയിലേക്ക് പോകാൻ പറ്റാത്തത്. കാരണം പേടിയാ. പണ്ട് ഒരാൾ എന്നെ അടിക്കാൻ വിളിച്ചു. പണ്ടല്ല, 2-3 വർഷമായിരുന്നു. അടിക്കാൻ വിളിച്ചാന്ന് എനിക്ക് തോന്നുന്നു, സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു അറിയപ്പെടുന്ന ന്യൂ ജനറേഷൻ പാസ്റ്റർ കേരളത്തിൽ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് കുറെ ആൾക്കാരെയൊക്കെ പല ചർച്ചകളിൽ നിന്ന് ചാടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ഞാൻ ആ ചർച്ചിലെ ആൾക്കാരോട് സംസാരിച്ചു, ഇവരോടൊക്കെ സംസാരിച്ചു. നിങ്ങൾ വേറെ പണിയൊന്നുമില്ല. അതിന് ഭയങ്കര ദുരുപദേശം ഇവിടുത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൾട്ടാണ്. പെന്തക്കോസ്തിന്റെ പേരിലാണ് വളർന്നേക്കുന്നതെങ്കിൽ അപ്പൊ അവർക്ക് ഇത്തിരി ഗുണ്ടായുസൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, ഞങ്ങളുടെ അടുത്ത് ഒന്ന് ബൈബിൾ പഠിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു പഠിപ്പിക്കാം. അപ്പൊ ഇന്ന സ്ഥലത്ത് വരണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം 1 നാഴിക പോകാൻ പറഞ്ഞ 2 നാഴിക പോകണല്ലേ. അപ്പൊ എന്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി, തല്ലാൻ പിടിക്കുന്നതാണോ? അപ്പൊ ഏതായാലും കൊള്ളുവാണെ കൊള്ളാം. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ഞാൻ എന്ത് കൺഫസ് ചെയ്യണം? ചത്താലും കുഴപ്പമില്ലാന്ന് കൺഫസ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? പക്ഷെ അവരെ ഞാൻ കണ്ടുമുട്ടിയത് വേറൊരു വീട്ടിൽ വെച്ചാണ്. അവര് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തൊന്നുമില്ല. എനിക്കിപ്പോഴും സംശയമുണ്ട് അവരെന്തിനാണ് വന്നതെന്ന്. അവർ വിശ്വാസികളായിട്ട് അവിടെയെങ്കിലും ആർക്കും അറിയത്തുമില്ല അവരെ. എന്തെങ്കിലും ആട്ടെ, ഞാൻ ആ ഇൻവിറ്റേഷൻ അനുസരിക്കണമെങ്കിൽ എനിക്ക് എന്ത് കോൺഫിഡൻസ് വേണം? മരിച്ചാലും സാരമില്ല, അല്ലെങ്കിൽ ഞാൻ മുങ്ങുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മോശയുടെ വാഗ്ദത്തങ്ങളെല്ലാം ഈ ലോകത്തിലായതുകൊണ്ട് മരണഭയത്തെ എടുത്തു കളയാൻ അതിന് അവകാശമില്ല. മരണഭയത്തെ എടുത്തു കളയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും പുതിയ നിയമത്തിന്റെ നീതിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ്. നമുക്ക് നോക്കാം അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ മോശയുടെ കാര്യം ഞാൻ പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണം നമ്മളിപ്പോ ഈ വരെ എത്തിയേ. ഏതാ? ഈ മോശയുടെ ന്യായപ്രമാണത്തിന്റെ വരെ നമ്മൾ എത്തി. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇപ്രകാരം പറയുന്നു. ഇതിന് ഈ സൈഡ് ഞാൻ ഇത്തിരി മായ്ക്കാം, അതും നമുക്കൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിശ്വാസത്താലുള്ള നീതി എന്ത് പറയുന്നു? അടുത്ത വാക്യം. ഇത് പ്രവൃത്തിയാലുള്ള നീതിയാണ് ഇത് പറയുന്നത്. മോശയുടെ ന്യായപ്രമാണം അത് പ്രവൃത്തിയാലുള്ളത്. ഇനി ഇതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള വേറൊരെണ്ണുണ്ട്, അത് വിശ്വാസത്താലുള്ള നീതി. അതെന്താ പറയുന്നത് നോക്കി. ആ വാക്യം ഒന്ന് മനസ്സിലാക്കി എടുക്കണം, ശ്രദ്ധിച്ച് വായിക്കണേ. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു. നിങ്ങളുടെ കയ്യിലെല്ലാം ബൈബിൾ ഉണ്ടല്ലോ. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇരുന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. വിശ്വാസമുള്ള നീതി എന്താ പറയുന്നേ? എന്തു പറയുന്നില്ല? എന്തു പറയരുത്? വിശ്വാസത്താലുള്ള നീതിയാണെങ്കിൽ നിങ്ങൾ എന്തു പറയരുത്? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്ത് നല്ല എക്സ്പ്ലനേഷനാണ് പൗലോസ് കൊടുത്തേക്കുന്നത്. എന്താ പൗലോസ് ഉദ്ദേശിക്കുന്നറിയോ? നമ്മൾ പറയല്ലേ വിശ്വാസത്താലുള്ള നീതി എങ്ങനെയാ? ഞാനല്ല, ക്രിസ്തു അത്രേ വിശ്വസിക്കുന്ന പകരക്കാരനാണ്. ആണോ? വിശ്വാസത്താലുള്ള നീതിയിൽ ആരാ അനുസരിക്കുന്നേ? എന്റെ പകരക്കാരൻ അനുസരിക്കുന്നേ. പകരക്കാരൻ എന്തിയേ? നിങ്ങൾ എന്തും മണ്ടത്തര പറയുന്നേ? ഏകന്റെ അനുസരണം അനുസരിച്ചോ സ്വർഗത്തിൽ പോയില്ലേ? യേശു ക്രിസ്തുവിലെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പോയില്ലേ? അവനെ നിങ്ങൾ എന്താ പിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരുവോ അനുസരിക്കാൻ?
അങ്ങനെ പറയരുത്. നിങ്ങൾ എന്താ മരിച്ചു പോയവനെ പാതാളത്തിൽ നിന്ന്, അത് അവിശ്വാസികളെ പറയുന്നത്, മരിച്ചു പോയവനെ നീ എന്താ പാതാളത്തിൽ നിന്ന് വിളിച്ചു കയറ്റിക്കൊണ്ട് വരുവോ? വിശ്വാസമല്ല നീതി. എന്ത് വിശ്വാസമല്ല നീതി? നീ അനുസരിക്കണ്ടേ, നീ പ്രവർത്തിക്കണ്ടേ? അതെന്താ നിനക്ക് പകരം യേശു എന്ന് പറയാൻ സ്വർഗത്തിൽ നീ എന്താ ഇറക്കിക്കൊണ്ട് വരുവോ? എന്താ പാതാളത്തിൽ കയറ്റിക്കൊണ്ട് വരുമോ? യേശു എന്തിയേ? ഇങ്ങനെ പറയരുത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, വിശ്വാസത്താലുള്ള നീതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാ, ഞാനല്ല, ക്രിസ്തു അത്രേ. തന്നെയുമല്ല, എനിക്ക് പകരം അവനാണ് എന്നിൽ ജീവിച്ച് ഇത് പൂർത്തിയാക്കുന്നത്. വിശ്വാസത്താലുള്ള നീതി ക്രിസ്തുവിനാൽ പൂർത്തിയാക്കപ്പെടുന്ന നീതിയാ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, നീ എവിടെ നിന്ന് ക്രിസ്തുവിനെ കൊണ്ടുവരും? അതാണ് പ്രശ്നം. അങ്ങനെ നിങ്ങൾ പറയരുത്. അടുത്ത വാക്യം പറയാണ്, എന്നാൽ പിന്നെ അത് എന്താ പറയുന്നേ? ഇങ്ങനെ പറയില്ല, പകരം എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പൊ എവിടെ ഈ വിശ്വാസത്താലുള്ള നീതി ഇരിക്കുന്നേ? ഒന്ന് വായിൽ. എന്റെ ദൈവം, ഇത് വായിക്കുമ്പം, ഇത് ആദ്യമായിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം. വിശ്വാസത്താലുള്ള നീതി എവിടെ ഇരിക്കുന്നത്? വായിൽ, ഹൃദയത്തിൽ. എന്ത് പറയരുത്? യേശു ക്രിസ്തുവിനെ ലിറ്ററലായിട്ട് ഇവിടെ ഭൂമിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതല്ല വിശ്വാസത്താലുള്ള നീതി. പാതാളത്തിന് അവനെ കയറ്റിക്കൊണ്ടുവന്നാലേ നടക്കുള്ളൂ എന്ന് പറയരുത്. അങ്ങനെയും അല്ല വിശ്വാസത്താലുള്ള നീതി വരുന്നത്. പ്രവൃത്തിയാലും അല്ല. പിന്നെ എങ്ങനെയാ വരുന്നത്? നമ്മുടെ വായിലും ഹൃദയത്തിലുമാണ് ആ വചനം ഇരിക്കുന്നത്. അത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വിശ്വാസ വചനം എവിടെയൊക്കെ ഇരിക്കുന്നത്? വായിലും ഹൃദയത്തിലും. ഇനി നമുക്ക് യേശു ക്രിസ്തുവിനോട് ചോദിക്കാം, അല്ലെ മോശയുടെ സ്ഥാനത്ത് കർത്താവിനോട് പറയാം, എടാ ചെയ്സേ, നീ ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറയും, കർത്താവെ, ചത്തുപോയാൽ ഞാൻ എന്ത് ചെയ്യും കർത്താവെ? കർത്താവ് പറയും, നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. വാ, പർദീസയിൽ നിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും, അതാണ് എന്റെ വാഗ്ദത്തം. ഓക്കെ, മരിക്കാനും ഞാൻ തയ്യാറാണ്. യേശുവിന് മാത്രമേ എന്നോട് പറയാൻ പറ്റുള്ളൂ ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ. യേശുവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കോളാൻ. കാരണം അവന് എനിക്ക് തരാൻ പകരം ജീവനുണ്ട്, നിത്യതയുണ്ട്. ആ മോഹമില്ലാത്തവർക്ക് ഈ നീതിയിലേക്ക് കടക്കാൻ പറ്റില്ല. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ആർക്കും യേശുക്രിസ്തുവിന്റെ നീതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആ വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പൗലോസ്. അപ്പൊ വായിലും ഹൃദയത്തിലും എന്തായിരിക്കുന്നു? അടുത്ത വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട്. അപ്പൊ വായിൽ എന്തായിരിക്കുന്നു? ജീസസ് ഈസ് ലോർഡ്. പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അപ്പൊ ഹാർട്ടിലിരിക്കുന്ന പുനരുത്ഥാനം എന്ന ഉറപ്പാണ്. വായിലിരിക്കുന്നത് ഈ പുനരുത്ഥാനം ചെയ്ത കർത്താവ് എന്റെ കർത്താവാണ്. ഹി ഈസ് മൈ ലോർഡ്. എന്നെ പണ്ട് ഞാൻ 10th ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഒരു സാർ, വിശ്വാസിയായിരുന്നു അദ്ദേഹം. ഞാൻ ഓർത്തഡോക്സുകാരനും, പുള്ളി വിശ്വാസിയായിരുന്നു. ഒരു 5 വർഷം മുമ്പ് ഞാൻ പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജിൽ അദ്ദേഹം ബാക്കിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അന്നും അദ്ദേഹം വിശ്വാസിയാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ എന്നോട് പുള്ളി ചോദിച്ചു, ചെയ്സ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആത്മസന്തോഷമാണ്. ഞാൻ ആ നാടിലെല്ലാം പോയി വീടുകൾ കയറി സുവിശേഷം പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അനേകം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. അന്ന് ഞാൻ സഭയിലോട്ട് ചെന്ന് നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു, യേശുവാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ഒരു ആനന്ദം, എനിക്ക് അതിലെല്ലാം സന്തോഷം കൊണ്ട് ഓടി നടക്കണമെന്ന് തോന്നി. പക്ഷെ അതിനുശേഷം ഇന്നേ വരെ എനിക്ക് ആ സന്തോഷം ഉണ്ടായിട്ടില്ല. അതെന്താ ചെയ്സ അങ്ങനെ? ഞാൻ പറഞ്ഞു, അതിനുശേഷം എത്ര പ്രാവശ്യം യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ പറഞ്ഞു നോക്കി, എന്റെ കർത്താവ് യേശുവാണ്. അപ്പൊ സാറിനോട് ചോദിച്ചു, അങ്ങനെ എപ്പോഴും പറയണോ?
ഞാൻ പറഞ്ഞു എപ്പോഴും പറയണം. എവറി മോമെന്റ് കൺഫസ് ഹി ഈസ് ലോർഡ്. ഭയങ്കര പവർഫുൾ അത്. ദാറ്റ്സ് വർഷിപ്പ്. ഹി ഈസ് ലോർഡ്, ഹി ഈസ് ലോർഡ്. അത് ഒരു വർഷിപ്പ്, ആരാധനയാണ്. He is risen from the dead and he is Lord. അത് ഈ വാക്യമാണ്. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു എന്റെ കർത്താവ്. അപ്പൊ വായിലിരിക്കുന്ന അവന്റെ കർത്തൃത്വവും ഹൃദയത്തിലിരിക്കുന്ന അവന്റെ പുനരുത്ഥാനവും അങ്ങനെ അത് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മെ നീതിയിലേക്ക് നയിക്കുന്ന വിശ്വാസം. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഈ റോമാലേഖനം 10:9 നമ്മൾ ആദ്യമായി രക്ഷിക്കപ്പെടുന്നവരെ വായിച്ചു കേൾപ്പിക്കുന്ന വാക്യം. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു വാക്യവും ബൈബിളിൽ നിന്ന് അതിന്റെ ഇമ്മീഡിയറ്റ് പശ്ചാത്തലത്തിൽ നമ്മൾ അടർത്തിയെടുക്കരുത്. ആ വാക്യം അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കണം. ഇവിടെ പറയുന്നത് പ്രവൃത്തിയാൽ അന്വേഷിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്ന ഒരു നീതി. ആ നീതിയെ കുറിച്ചാണ്. അവിടെ അടുത്ത വാക്യം എന്താ, 10-ാം വാക്യം എന്താ പറയുന്നത് അറിയോ? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും അധരം കൊണ്ട് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അപ്പൊ ഈ രക്ഷയോടനുബന്ധിച്ച നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത് ഹൃദയത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താണ്. അപ്പൊ മരണഭയത്തെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വിശ്വാസികളാകുന്നത്. ഉയരത്തിലേക്ക് നോക്കാൻ പറ്റുമ്പോഴാണ്, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. അതോ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം നിത്യജീവനാകും, ജീവനാകും. അടുത്ത വാക്യം പറയുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും. വി വിൽ വൺ ഡേ ബി വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻ. വി വിൽ ബി റിസറക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ആ ഉറപ്പുള്ളവർക്ക് ഇവിടെ മരിച്ചാലും കുഴപ്പമില്ല, ജീവനെ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ യേശു ക്രിസ്തുവിന്റെ നീതിയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് രക്ഷയ്ക്ക് ആയി പ്രവർത്തിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദിവസം, ഇനിയിപ്പോ 14 ദിവസമാകും തീരുക, ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. റോമാലേഖനം 1:16-17 ഞാൻ തിരിച്ചു വരും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് ഈ വാക്യത്തിലാണ് കിടക്കുന്നത്. നമുക്ക് വരകൾ മനസ്സിലായ സ്ഥിതിക്ക് നടുക്കുള്ളതെല്ലാം ഞാൻ ഇടയ്ക്കുള്ളതെല്ലാം മാച്ച് കളയണേ. ഇടയ്ക്കുള്ളതൊന്നും വേണ്ട. ഓക്കെ, ഈ വര ഞാൻ ഇവിടെ നിന്ന് എടുത്ത്, ഇത്രയും വര വരയ്ക്കാനുള്ളത് അങ്ങനെ ആയിപ്പോയത്. ഞാൻ കുറച്ചും കൂടെ താഴോട്ട് വരാം. ഓക്കെ, ഇത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന നീതിയുടെ മാക്സിമമായ ന്യായപ്രമാണത്തിന്റെ നീതിയിൽ നിൽക്കുന്നു. ഓക്കെ, ഇത് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇനി നമുക്ക് റോമാലേഖനം 1:16-17 നമുക്ക് വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇനി ബോർഡിലോട്ട് നോക്കണേ. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. ഓക്കെ, ഇനി അടുത്ത വാക്യം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം കാരണമായി വിശ്വാസത്തിനായിക്കൊണ്ടും ഉളവാകും, വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ എപ്പോഴാണോ നമ്മൾ ദൈവ നീതിയെക്കുറിച്ച് കേൾക്കുന്നത്, അപ്പോൾ നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നു. അതാണ് സുവിശേഷത്തിന്റെ പ്രസംഗത്താൽ, കേൾവിയാലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ഇനി 10-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളിലതുണ്ട്.
അത് തന്നെയാണ് റോമർ 1:16-17 പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നു. ആ വിശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടായ ആ വിശ്വാസത്തിലൂടെ നമ്മൾ ഈ നീതിയിലേക്ക് പോകുന്നു. അതാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രത്യേകത. അതുകൊണ്ട് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരയിൽ നിൽക്കുന്ന യഹൂദനെയും ഈ വരയിൽ നിൽക്കുന്ന യവനെയും ഒരുപോലെ രക്ഷിക്കാനുള്ള കഴിവ് ഈ ദൈവത്തിന്റെ നീതിക്കുണ്ട്. ഒരു നീതിയും ഇല്ലാത്തവനെയും ഒരു നിമിഷം കൊണ്ട് കർത്താവിങ്കിലേക്ക് നോക്കി രക്ഷിക്കുവാനുള്ള കഴിവ് സുവിശേഷത്തിലെ നീതിക്കുണ്ട്. അവൻ ഈ പല പടികൾ ചവിട്ടണ്ട, ഇവിടെ നിന്ന് ഒരൊറ്റ നോട്ടം സ്വർഗത്തിലേക്ക് നോക്കിയാൽ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജിച്ചു പോയി. അപ്പൊ ലോകത്തിൽ ആരെയും രക്ഷിക്കാനുള്ള അധികാരം ഈ സുവിശേഷത്തിനുണ്ട്. ആ ശക്തി എവിടെന്നാ വന്നത്? ആ നീതി വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ. അത് ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെടുത്തിയില്ല ദൈവം. അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവം തോന്നിനെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? വിശ്വാസത്താൽ വെളിപ്പെടുത്തി. അപ്പൊ വിശ്വാസത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ആ നീതിക്ക് യഹൂദനെയും യവനെയും രക്ഷിക്കാനുള്ള കഴിവുണ്ടായി, ശക്തി ഉണ്ടായി. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നവനും ഏത് പാപത്തിന്റെ സാഹചര്യമുള്ളവനും കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നീതി യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. അപ്പൊ യഹൂദന്മാർക്ക് എന്താ പറ്റിയത്? യഹൂദന്മാർ എപ്പോഴും താഴേക്കാണ് നോക്കിയത്. സഹോദരങ്ങളെ, ഡേഞ്ചറാണ്. നിങ്ങൾ അടുത്തുള്ള സഹോദരനെ നോക്കിയിട്ട് നിങ്ങൾ നീതിമാന്മാരെന്ന് വിചാരിക്കുന്നുണ്ടോ? യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ട് ഞാൻ അതിനേക്കാൾ ഭേദമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ നോക്കി, ഭർത്താവിനെ നോക്കി അവളേക്കാൾ ഭേദം ഞാനാണ്, അവനേക്കാൾ ഭേദം ഞാനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? യു ആർ റോങ്, യു ആർ ഗോൺ, യു ആർ ഗോൺ. നിങ്ങൾ വിശ്വാസത്താലുള്ള നീതിയാലല്ല നടക്കുന്നത്. വിശ്വാസത്താലുള്ള നീതിയാല നടക്കുന്നെങ്കിൽ എല്ലാ സമയത്തും യേശുവുമായിട്ടായിരിക്കും നമ്മുടെ ബന്ധം. കർത്താവെ, ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, എനിക്ക് നിന്നെ പോലെ ആയേ പറ്റൂ. ഐ വാണ്ട് ടു ബി ലൈക്ക് യു ലോർഡ്. ആ ഞരക്കമാണ് നമ്മളെ വിശദീകരിക്കുന്നത്. നമ്മൾ മനുഷ്യരെ കമ്പയർ, അതാണ് ഈ സ്വയനീതിയുടെ പ്രോബ്ലം. സ്വയനീതിമാന്മാർ എപ്പോഴും മനുഷ്യരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് മനുഷ്യരുടെ പാപങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഈ കൃപ ലഭിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ദയനീയാവസ്ഥ അറിയാം. കാരണം ഞാനും ഒരു ദയനീയാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. അതുകൊണ്ട് കൃപ എന്താണെന്നറിയാം. ദൈവത്തിന്റെ നീതി എന്റെ കഴിവിനാൽ കൂടുന്നതല്ലെന്നറിയാം. അത് കൃപയാൽ വിശ്വാസത്താൽ വെളിപ്പെടുന്ന ഉന്നതമായ ദൈവനീതിയാണെന്നറിയാം. അവനെ രക്ഷിക്കാൻ ഈ നീതിക്ക് കഴിയുമെന്നറിയാം. അപ്പൊ ദൈവത്തിന്റെ നീതി, ആ നീതിയാൽ ഉളവാകുന്ന വിശ്വാസം, വിശ്വാസത്താൽ ഉളവാകുന്ന നീതി സകലരെയും രക്ഷിക്കാൻ കഴിയും. അപ്പൊ പൗലോസ് പറയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ലജ്ജയില്ല. എന്റെ ലജ്ജയില്ലാത്തതിന്റെ കാരണം നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് വേണം. അപ്പൊ നിനക്കൊരു രക്ഷാമാർഗമായിട്ട് പറഞ്ഞു വരുന്ന ഞാൻ എന്തിനാ ലജ്ജിക്കുന്നത്? എവിടെയും ഇത് പ്രസംഗിക്കാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? ഇന്നൊക്കെ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം തൊട്ട് വായിക്കാം. ഓക്കെ, 10-11 മുതൽ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. കണ്ടോ ദൈവത്തിന്റെ വിശ്വാസത്താലുള്ള നീതിയുടെ വെളിപ്പാട് എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ന്യായപ്രമാണത്താലല്ല, പ്രവൃത്തികളല്ല, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോകാത്ത രീതിയിൽ ഒരു നീതി സകലരെയും രക്ഷിക്കാൻ കഴിവുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമല്ലേ ശരിക്കും തോന്നുന്നത്? എന്തോ ഒരു ഭാരമല്ലേ? നിങ്ങൾ 40 കിലോ എടുത്ത്, 50 കിലോ എടുത്ത്, 100 കിലോ എടുത്ത് ദൈവത്തിന് മുമ്പിൽ കൊള്ളാം മകനെ എന്ന് കേൾക്കാൻ വേണ്ടിയിരിക്കുമല്ലേ? ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. നിങ്ങൾ പകരക്കാരനെ നോക്കിക്കേ, അവൻ 50, 100 എടുത്ത് ഈസി ആയിട്ട് നിങ്ങളെ അപ്പുറം കിടത്തും. അവനിലേക്ക് നോക്കിയവർ മാത്രമേ ലജ്ജിച്ചു പോകാതിരിക്കുള്ളൂ, ബാക്കി മുഴുവൻ ലജ്ജിക്കും. പ്രവൃത്തിയാൽ നോക്കുന്നവരെല്ലാം ഇടർച്ചക്കലിൽ തട്ടി ഇടറും. യേശുക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് പ്രവൃത്തിയാൽ നീതി അന്വേഷിക്കുന്നവർക്ക് എല്ലാം ഒരു ഇടർച്ചക്കല്ലായിരുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നവർക്ക്, സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവർക്ക്, എനിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് കരുതുന്നവർക്ക് അത് വലിയൊരു ഇടർച്ചക്കല്ലായിരുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. 12-ാം വാക്യം. യഹൂദനെന്നും യവനെന്നുമില്ല. കണ്ടോ, അത് 1:16-17 നമ്മൾ തിരിച്ചു വന്നു. യഹൂദനെന്നും യവനെന്നുമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. ഇനി നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയാം? എനിക്കിത് ഭയങ്കര ഡെലിവറൻസ് ആണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം കൂടെ വായിക്കണം ഇതിന്റെ കൂടെ.
എബ്രായ ലേഖനം 5 മുതൽ 10 വരെ വായിക്കണം. ശരിക്കും പറഞ്ഞാൽ റോമാലേഖനം എബ്രായ ലേഖനം. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കായിരുന്നു, റോമാലേഖനം എടുക്കണോ എബ്രായ ലേഖനം? എബ്രായ ലേഖനം ഇതിന്റെ കൂടെ ചേർത്താൽ വളരെ ബ്യൂട്ടിഫുൾ. ഓക്കെ, അതിനകത്ത് പറയാം നമ്മൾ എങ്ങനെ, എന്താ സുവിശേഷം, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, ഒരു ബ്രാഹ്മണനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുക. എക്സാമ്പിൾ, ബ്രാഹ്മണൻ ഞാൻ പറയാൻ കാരണം ഈ ഹിന്ദു വിശ്വാസം അനുസരിച്ച് മോക്ഷം പ്രാപിക്കുന്ന അവരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പല ജന്മങ്ങളിലൂടെ കടന്നുപോയി, ജനിച്ച് ജന്മാന്തരങ്ങൾക്ക് ശേഷം അവനൊരു ബ്രാഹ്മണ ജന്മം കിട്ടി. ആ ബ്രാഹ്മണ ജന്മത്തിലൂടെ മുക്തി പ്രാപിക്കും. ഇപ്പൊ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുക, തെറ്റിപ്പോയാൽ അവൻ പുഴുവായി പോകും. അവൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കാന്ന് വിചാരിച്ചു. ഇതെല്ലാ മതങ്ങളെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്, എല്ലാ മതങ്ങളെ കുറിച്ചാണ്, ക്രിസ്തു മതം ഉൾപ്പെടെ. അല്ലെ കുർബാന അവസാനം കിടക്കുന്ന ഒരു മനുഷ്യനാന്ന് വിചാരിച്ചു, ഏതാ ചവാൻ കിടക്കുക, സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന അറിയത്തില്ല. ഒടുക്കത്തെ ഒപ്രൂഷ്മ, ഈ മരിക്കാൻ നേരത്തെ കൊടുക്കുന്ന അപ്പം, അത് കഴിച്ചാ പിന്നെയും മനസ്സ് മാറുന്നില്ലല്ലോ, മനസ്സിനകത്ത് പിന്നെയും വൈരാഗ്യമാണ്. അപ്പൊ ഇയാൾ വിചാരിക്കും, എന്റെ ദൈവമേ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുകയാണ്. അയാളോട് ഞാൻ സുവിശേഷം പറയുന്നത്. എന്തായിരിക്കും പറയുന്നത്? ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. ഈ യാഗം അച്ഛന്മാരെ നടത്തി ഒന്നും പൂർണ്ണമാണോ നമുക്ക് അറിയത്തില്ല. അറിയത്തില്ല എന്നല്ല, അവർക്കറിയത്തില്ല. കാരണം അവർ പെർഫെക്റ്റ് അല്ല, മനുഷ്യരാണ്. യാഗങ്ങളൊന്നും പരിപൂർണമായിരുന്നില്ല പഴയ നിയമത്തിൽ. എന്നാൽ നിങ്ങൾക്കൊരു നല്ല വാർത്ത ഞാൻ പറയാം, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം നിങ്ങളുടെ പേരിൽ വേറൊരാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുർബാന അർപ്പിക്കാൻ നേരത്തെ ചെറുപ്പത്തിലൊക്കെ ഇന്നാരുടെ പേരിൽ ഒരു കുർബാന എന്ന് പറഞ്ഞ ആരെങ്കിലും പൈസ കൊടുത്താൽ മതി. അങ്ങനത്തെ പരിപാടി ചർച്ചിലുണ്ട്, ടെമ്പിളിലും ഉണ്ട്. പൂജ ആരുടെയും പേരിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നാരുടെ പേരിൽ ഒരു വഴിപാട് അല്ലെങ്കിൽ പൂജ എന്ന് പറയുമ്പോൾ ആളുടെ പേര് ചെയ്യും. നമ്മൾ പൈസ കൊടുത്തേ ഉള്ളൂ, വേറെ ആളെ ചെയ്യുക. അതുപോലെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് പകരം നമ്മൾ ചെയ്യേണ്ടതെല്ലാം വേറൊരാൾ ചെയ്തു. ഇനി നമ്മൾ ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാനായിരുന്നല്ലോ ചെയ്യണ്ടേ, എനിക്ക് പകരമല്ലേ അവൻ ചെയ്തത്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്ന ഒറ്റ ഫെയ്ത്ത് മതി. അവൻ ഏത് കുഴിയിൽ കിടന്നവനായാലും അവനെ ക്രിസ്തുവിനെ പോലെ വിശുദ്ധീകരിക്കാൻ ഒരൊറ്റ ഫെയ്ത്ത് മാത്രം. കാരണം അവൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടിരുന്നത് അതെല്ലാം കർത്താവ് അവന്റെ ഏക യാഗത്താൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി മനുഷ്യന്റെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക സ്വഭാവം വരും, നീതി വരും, അവന്റെ വിശുദ്ധീകരണം വരും. അത് എത്ര വലിയ അഷുറൻസ് ആണ് നമുക്ക് തരുന്നത്. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഉറപ്പ് ലഭിക്കുന്നുണ്ടോ? ആ ഉറപ്പ് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ആ ഉറപ്പുള്ളവർക്കേ ലോകത്തെ ജയിക്കാൻ പറ്റുള്ളൂ. നിത്യരാജ്യത്തെ കുറിച്ച് നമുക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ലോകത്തെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് സ്വർഗത്തെ കുറിച്ചുള്ള അഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റ കാര്യം എപ്പോഴും ശോധന ചെയ്യണം, നമ്മൾ വിശ്വാസത്തിലാണോ അല്ലയോ, അത് എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ആത്മവഞ്ചനയിൽ അകപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് വിശ്വാസികളാണെന്ന് വിചാരിച്ച്. എല്ലാ സമയത്തും നോക്കണം, ഞാനല്ല, ക്രിസ്തു അത്രേ, അവൻ എന്റെ പകരക്കാരൻ, അവനാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള അഷുറൻസ്, ആത്മാവിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അടുത്ത വാക്യം പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ഇന്ന് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് വിളിച്ചാൽ മതി, കർത്താവ് എന്നെ രക്ഷിക്കണേ, അവന്റെ വാഗ്ദത്തം രക്ഷിക്കും. രക്ഷയെ കാംക്ഷിക്കുന്നവനെ, ചോദിക്കുന്നവനെ ഞാൻ അതിനകത്താക്കും. നിങ്ങൾ ചോദിച്ചാൽ കർത്താവ് തരും, തന്നു അതിനർത്ഥം. ചോദിക്കാൻ പറ്റില്ല, ഹൃദയനോർക്കം ഉണ്ടെങ്കിലേ കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താ വരുന്നത്? ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ നന്നായിക്കോളൂന്നേ, അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിക്കോളാം കർത്താവേ എന്ന് പറയും. അത് മനുഷ്യന്റെ മേലുള്ള അഹങ്കാരം. കർത്താവിനെ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അടുത്ത വാക്യം പറയാണ്, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം ഉണ്ടായാലേ വിളിച്ചപേക്ഷിക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം, എങ്കിലേ കരയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു കരച്ചിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വിശ്വാസം ഉള്ളവർക്കേ അങ്ങനെ കരയാൻ പറ്റുള്ളൂ. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ ആദ്യം വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടായെങ്കിലേ നമുക്ക് കർത്താവിന്റെ കരയാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഫെയ്ത്ത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ കരച്ചിലാണ് കർത്താവേ എന്നെ രക്ഷിക്കണേ എന്നുള്ള കരച്ചിൽ. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ?
ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് വിശ്വാസം ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല, കരച്ചിലുണ്ടാവില്ല. അവർ രക്ഷിക്കണേന്ന് കരയും. അത് രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ, ലോകത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ, കോവിഡ് വരാതെ കാക്കണേ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആത്മാവൊന്നും വേണ്ട, വിശ്വാസം വേണ്ട, വിശുദ്ധ വിശ്വാസം വേണ്ട. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിക്കണമെങ്കിൽ ഉറപ്പായിട്ടോ വിശുദ്ധ വിശ്വാസം നമുക്കുണ്ടാകും, അല്ലാതെ അത് വിളിക്കാൻ പറ്റില്ല. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? കേൾവിയിൽ നിന്നാണ് വരുന്നത്. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ എല്ലായിടത്തും ചെന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമുള്ളൂ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവന്റെ യാഗത്തിലൂടെ അവൻ സ്വർഗത്തിലേക്ക് പുനരുത്ഥാനം ചെയ്ത് കയറിപ്പോയി, അവൻ ദേഹമെന്ന തിരശീല കീറി നിങ്ങൾക്ക് എന്നേക്കുമായ ഒരു പുതുവഴി ഒരുക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ മതങ്ങളും മരിച്ചു. ദേവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയി. ഇനി ഒരു മതത്തിനും പ്രസക്തിയില്ല. കാരണം നിങ്ങൾ എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, ആ പള്ളിയിൽ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടിയിരുന്നത്, അതെല്ലാം യേശു കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കലായി ചെയ്തു പൂർത്തിയാക്കി. അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞു കേൾക്കുമ്പോഴാ ആൾക്കാർ ഇത് വിശ്വസിക്കുന്നു. ഞാൻ സുവിശേഷം കേൾക്കുന്നത് ഇങ്ങനെയാണ്. ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഞാൻ പറയും എനിക്കറിയത്തില്ല. പുള്ളി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു, കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ശരിയാ, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. കാൽവരി ക്രൂശിൽ കർത്താവ് കിടന്ന് പിടയുമ്പോൾ, വേദനയോടെ പിടയുമ്പോൾ എന്നെ ഓർത്തത് ചേസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചത്. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് ആ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ സ്നേഹത്തിൽ നിന്ന് പിരിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അതൊരു പരിജ്ഞാനമായി നമ്മുടെ ഉള്ളിൽ വരണം. എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ വരെ വിട്ടുകൊടുക്കാൻ മാത്രം എന്നെ സ്നേഹിക്കുന്ന കർത്താവ് അവന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എന്നെ എത്തിക്കും. ആ വാർത്ത ഞാൻ കേൾക്കണം, അതിന്റെ കേൾവി എനിക്ക് വിശ്വാസമായി മാറണം. വിശ്വസിക്കുമ്പോൾ ഞാൻ അലറി കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുക, എന്റെ കർത്താവേ എന്നെ നിരക്ഷിക്കണം. ആ വിളിച്ചപേക്ഷിക്കുന്ന ആരും നശിച്ചു പോകത്തില്ല. അവന്റെ നീതിക്കായി ദാഹിക്കുന്ന ആർക്കും ആ നീതി ലഭിക്കാതെ പോവുകയില്ല. അവന്റെ നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കും. എവ്രി വൺ വിൽ റിസീവ് ഇറ്റ്. അടുത്ത വാക്യം പറയാണ്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു വലിയ ദൈവിക കൃപാദാനമാണ്. നമ്മൾ ഓരോരുത്തരോടും കർത്താവിന്റെ ആ വചനം, ആ ക്രക്സ്, നമ്മൾ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇന്നത്തെ വേറൊരു വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞാല് ഈ സുവിശേഷം പറയുന്ന ആൾക്കാരില്ല എന്നുള്ളതാണ്. ഞങ്ങളൊരു 2-3 പേര് സഹോദരങ്ങൾ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ അതിലെ വന്നു. അപ്പൊ പുള്ളി എല്ലാ വീടുകളിലും കയറി സുവിശേഷം പറയുന്നതാണ്, ട്രാക്ട് ഒക്കെ കൊടുത്തു. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വീടുകളിലൊക്കെ പോയി എന്താ പറയുന്നത്? അപ്പൊ ആ പുള്ളി പറയുവാ, ഞങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് പറയും, ഞങ്ങളുടെ ചർച്ചിലെ പ്രാർത്ഥനയ്ക്ക് വന്നിന്റെ പ്രശ്നം എന്തായാലും ദൈവം പരിഹരിക്കും. ഇതാണ് പുള്ളിയുടെ സുവിശേഷം. പല ആൾക്കാരും സഭയിൽ വന്നിരിക്കുന്നത് ഇത് കേട്ടിട്ടാണ്. പ്രശ്നങ്ങൾ എന്തായാലും അതിൽ നിന്ന് വിടുവിക്കാൻ അഭിഷിക്തനായ ഒരു പാസ്റ്റർ ഞങ്ങളുടെ സഭയിലുണ്ട്. ഇവരെല്ലാം ക്രിസ്തുവിനെ കണ്ടല്ല വരുന്നേ. ഈ ന്യൂ ജനറേഷന്റെ ഒരു പ്രത്യേകത, സുവിശേഷം എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്ത് വരികയില്ല. അവിടുത്തെ ക്രിസ്തു, അവിടുത്തെ പാസ്റ്റർ. ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ആ പാസ്റ്റർ വഴിയെ രക്ഷപ്പെടും. ഇതിന് കവറിംഗ് തിയോളജി എന്നാ പറയുന്നത്. ഇന്ന് ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ അപകടം കവറിംഗ് തിയോളജി. നമ്മൾ വിചാരിക്കുന്ന ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പഴയ ജനറേഷനോട് പിണക്കം തോന്നിയിട്ട് കുറെ നല്ല ക്രിസ്ത്യാനികൾ കൂടി പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നത്. അല്ലല്ല, അത് പിശാചിന്റെ വ്യാപാരമാണ്. നിങ്ങൾ എത്രയോ ഓൾഡ് ജനറേഷൻ ആ 1-ാം നൂറ്റാണ്ടിന്റെ ജനറേഷനായി നിങ്ങൾ അത്രയും രക്ഷപ്പെട്ടു. 1-ാം നൂറ്റാണ്ടിലെ ജനറേഷൻ ഏതായാലും ന്യൂ ജനറേഷൻ അല്ലല്ലോ, ഓൾഡ് ജനറേഷൻ, വെരി ഓൾഡ് ജനറേഷൻ. ഇവരുടെ ഈ കവറിംഗ് തിയോളജി എന്ന് പറയുന്ന സുവിശേഷം ഒരിക്കലും കേൾപ്പിക്കില്ല, യേശുക്രിസ്തുവിലേക്ക് ഒരിക്കലും അടുപ്പിക്കില്ല. അവർ അടുപ്പിക്കുന്നത് അഭിഷിക്തനിലേക്കാണ്. അഭിഷിക്തൻ ആരാന്നല്ലോ അവരുടെ പാസ്റ്റർ. ഈ അഭിഷിക്തൻ എന്നുള്ള വാക്ക് തന്നെ അപകടകരമായ ഒരു വാക്ക്. അഭിഷിക്തൻ എന്നുള്ളതിന്റെ എബ്രായ പദം ആർക്കെങ്കിലും പറയാമോ? പറയണ്ട, മനസ്സിൽ ഓർത്താൽ മതി. കാരണം എല്ലാവരും മ്യൂട്ടാണല്ലോ. നേരിട്ടായിരുന്നു ചോദിക്കായിരുന്നു. അഭിഷിക്തൻ എന്നുള്ളതിന്റെ എബ്രായ പദം മെശിഹ എന്നാണ്. അതിന്റെ ഗ്രീക്ക് വാക്ക് എന്താണെന്നറിയോ? ക്രിസ്റ്റോസ്, ക്രിസ്തു. ഇനി അഭിഷിക്തൻ നിങ്ങളോട് സംസാരിക്കും എന്ന് പറയുമ്പോ എന്താ പറയുന്നറിയോ? ഇനി കുറച്ചു നേരത്തേക്ക് ക്രിസ്തു മെശിഹ വന്ന് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ പറയുന്നേ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കിയോ. അപ്പൊ അഭിഷിക്തൻ ആരാ? ആൾക്കാർ ഒരു അയ്യോ പാസ്റ്റർ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിഷേകം ഉള്ളവരെന്ന് ഓർത്തിട്ടുള്ളൂ. അല്ല, അങ്ങനല്ല നിങ്ങൾ ഓർത്തത്.
അങ്ങനെ ഓർക്കുമായിരുന്നെങ്കിൽ മുമ്പ് ഇരിക്കുന്ന വിശ്വാസികളെല്ലാം അഭിഷിക്തരെന്ന് പറഞ്ഞേനെ. കാരണം എല്ലാവർക്കും അഭിഷേകം ഉണ്ടല്ലോ. നിങ്ങൾ ചില ഇടനിലക്കാരെ മാത്രം അഭിഷിക്തരെന്ന് വിളിച്ചത്. അതായത് ഈ അഭിഷേകം ക്രിസ്തു അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നറിയാമോ? യേശു ക്രിസ്തു പിതാവിനും നമുക്കും ഇടയിൽ മധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പിതാവിനെ അപ്രോച്ച് ചെയ്യല്ല, ക്രിസ്തുവിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവനിലൂടെ മാത്രമേ നമുക്ക് പിതാവിന്റെ സന്നിധി പ്രവേശനമുള്ളൂ. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ കാലത്തിൽ ആ പാസ്റ്റർമാരില്ല, നമുക്ക് കർത്താവിന്റെ അടുത്ത് എല്ലാം പറ്റില്ല. നമുക്കൊരു തലവേദനയുള്ളിൽ ആ പാസ്റ്റർ പ്രാർത്ഥിക്കും. വീട്ടിലെന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ച ഒരു പ്രത്യേക ഒരു അനോയിന്റിങ്. അത് ക്രിസ്തു അല്ല, അതൊരു എതിർ ക്രിസ്തു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 പേരെയെങ്കിൽ 2 പേരെ. എന്നെ ന്യൂ ജനറേഷൻകാർ കുറെ പേര് നോട്ടം ഇട്ടിട്ടുണ്ട്. അവരെ പണ്ട് തല്ലാൻ വിളിച്ചെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ശല്യോ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തു ചോദിച്ചു, മര്യാദയ്ക്ക് സംസാരിച്ചോണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്നിരിക്കുന്നതിനെ എവിടെയും പറയും. കവറിംഗ് തിയോളജി എന്ന് പറയുന്നത് അറിയോ? നിങ്ങളൊരു സഭയിലായിരിക്കും, ആ പാസ്റ്ററുടെ അഭിഷേകമാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുടെ പ്രത്യേകത ഭയങ്കര അഭിഷിക്തന്മാരവര്. അഭിഷേകം ഇൻ ബ്രാക്കറ്റ്സ്, കർത്താവ് കൊടുത്തതല്ല. അതുകൊണ്ട് ആ സഭയിലുള്ള വിശ്വാസികളെല്ലാം അവരുടെ അഭിഷേകത്തിന്റെ അംബ്രലയ്ക്കകത്താ ഇരിക്കുന്നത്. വെളിയിൽ ഇറങ്ങിയാൽ നിങ്ങൾ പോക്കാം, കവർ ചെയ്തിരിക്കുക. ആ അയാളുടെ അഭിഷേകം നിങ്ങളെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് കവറിംഗ് തിയോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സഹോദരങ്ങൾ ന്യൂ ജനറേഷനോടൊക്കെ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. അതിലും ഭേദം ഹിന്ദുക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഇടയിലുള്ള ഒരു ടോളറൻസും ഭയങ്കരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. നന്മ സുവിശേഷിക്കുന്ന നമ്മൾ കേൾക്കേണ്ട ഒരു സുവിശേഷമുണ്ട്, ഒരൊറ്റ സുവിശേഷമുള്ളൂ, ഒരൊറ്റ സുവിശേഷമുള്ളൂ. യേശു ക്രിസ്തുവിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തു മരണം വരെ അനുഭവിച്ച കഷ്ടതകൾ. ഞാൻ ആ നീതിയുടെ എക്സ്പ്ലനേഷൻ ആ ഒരിക്കൽ കൂടി ഞാനത് കാണിക്കാം. എങ്ങനെയാണ് ക്രിസ്തു ആ നീതി പൂർത്തിയാക്കിയത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേൾക്കേണ്ട സുവിശേഷത്തിലെ നീതി എന്ത് നീതിയാണ്? എന്ത് നീതിയാണ് ഒരാൾ വിശ്വാസത്തെ ഉണ്ടാക്കുന്നത്? ഈ വരയാണ് ന്യായപ്രമാണത്തിന്റെ വരയെന്ന് ഓർത്തു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ എന്താ പറയുന്നത്? സ്നേഹിക്കണം, അല്ലെ? പഴയ നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ, സ്നേഹിക്കണം, അനുസരിക്കണം. നമ്മൾ 1-2 എക്സാമ്പിൾ ആയിട്ട് എഴുതുക. പിന്നെന്താണ്? ക്ഷമിക്കണം. ഇതൊക്കെയാണ് ന്യായപ്രമാണം നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി യേശുക്രിസ്തു ഇത് എങ്ങനെ പൂർത്തിയാക്കിയത്? എന്താ സുവിശേഷം? യേശുക്രിസ്തു പൂർത്തിയാക്കിയത് എങ്ങനെയാണെന്നല്ലോ? സ്നേഹം വലിച്ചു നീട്ടി. എവിടെ വരെ നീട്ടി? ലിമിറ്റ് മരണം. എവിടെ വരെ സ്നേഹിക്കണം? മരണം വരെ. എവിടെ വരെ അനുസരിക്കണം? മരിച്ചു പോകുന്നവരെ, ലാസ്റ്റ് ശ്വാസം വരെ അനുസരിക്കും. എവിടെ വരെ ക്ഷമിക്കണം? അയാൾ എന്നെ തല്ലി കൊല്ലുന്നവരെ. എവിടെ വരെ താഴ്മ കാണിക്കണം? ഹ്യൂമിലിറ്റി, മരിക്കുന്നവരെ. നമ്മൾ വിചാരിക്കുന്ന കുറച്ചുനാൾ താണിരുന്ന ദൈവം ഉയർത്തുന്ന, കുറച്ചുനാൾ താണിരുന്ന ഉയർത്തും. എവിടം വരെ നേരം? മരണം വരെ താണിരുന്ന ഉയർത്തും. മരണം വരെ താണിരുന്ന ദൈവം ഉയർത്തും. അപ്പൊ യേശുക്രിസ്തുവിന്റെ നീതി, ആ മരണം ആലോചിച്ചെങ്കിൽ അവന്റെ സ്നേഹം മരണം വരെ, അവന്റെ ക്ഷമ മരണം വരെ. ഈ ആത്മാവിന്റെ ഫലം നമ്മൾ കാണാതെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് ആത്മാവിന്റെ ഫലമാകണമെങ്കിൽ അതിന്റെ ലിമിറ്റ് മരണവും. ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം. I have to love until I die. നിങ്ങളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സ്വിച്ച് ഓൺ ആയിരിക്കുമെന്ന് വിചാരിച്ചു, ഓഫ് ആകുന്നില്ല. തല്ലി പൊട്ടിക്കണം ലൈറ്റ് ഓഫ് ആക്കണമെങ്കിൽ. അതാണ് ഈ നീതിയുടെ പ്രത്യേകത. ഒരു തരത്തിലും ഓഫ് ആക്കാൻ പറ്റില്ല. സ്നേഹം ഇങ്ങനെ ഇരിക്കും. അത് കുത്തിയാലും അടിച്ചാലും ഉപദ്രവിച്ചാലും നിന്ദിച്ചാലും ക്ഷമ നിർത്താൻ പറ്റത്തില്ല, സ്നേഹം നിർത്താൻ പറ്റത്തില്ല. മരിക്കുന്നവരെ അതങ്ങനെ കത്തി നിൽക്കും, അടിച്ചു പൊട്ടിക്കും. ഇതാണ് ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവനിൽ നിന്ന് വരുന്ന നീതി. അപ്പോൾ ഇങ്ങനെയാണ് യേശു ക്രിസ്തു പൂർത്തിയാക്കിയത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ആ ജീവൻ, അതാണ് സുവിശേഷം പറയുന്നത്, ആ ജീവൻ നമുക്ക് വാഗ്ദത്തം. മരിക്കുന്നവരെയുള്ള നീതി ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത്. കർത്താവ് എന്തുമാത്രം കഷ്ടപ്പെട്ട നീതി ഉണ്ടാക്കിയത്. അവന്റെ വേർപ്പ് പൊടിഞ്ഞ് രക്തമായിട്ട് വെളിയിൽ ഒഴുകുവാൻ.
സോ മച്ച് ഓഫ് സ്ട്രഗിൾ. എബ്രായ ലേഖനത്തിൽ പറഞ്ഞ അവൻ കഷ്ടം സഹിച്ച് അവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഹി ലേൺഡ് ഒബീഡിയൻസ് ത്രൂ സഫറിങ്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവുന്ന കാര്യമാണ്. ഹി പെർഫെക്റ്റഡ് ഒബീഡിയൻസ് ഫോർ മീ. ഞാൻ എത്തേണ്ട സ്ഥാനത്ത് കർത്താവ് എനിക്ക് പകരം അവൻ അനുസരണത്തിലൂടെ ആ നീതി പൂർത്തിയാക്കി. ഞാനതാ പ്രസംഗിക്കുന്നേ. നിങ്ങൾ എവിടെയായിരുന്നോ എത്തേണ്ടിയിരുന്നത് അവിടെ ക്രിസ്തു എത്തി. ബിലീവ് ഇൻ ഹിം, ഹി വിൽ കം ആൻഡ് റിസൈഡ് ഇൻ യു. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ജഡപ്രകാരം എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കർത്താവ് കാൽവരി ക്രൂശിൽ അവന്റെ നീതിയെ സ്ട്രെച്ച് ചെയ്തു, മരണം വരെ സ്ട്രെച്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതിൽ കൂടുതൽ ആർക്കും പറ്റില്ല. അതാ പറഞ്ഞേ, തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഇതിൽ കൂടുതൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ സാധിക്കില്ല. He put a limit to righteousness and that limit was death. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാൻ പറ്റില്ല അവൻ എന്നെ തോണ്ടിയത് കൊണ്ടാണ് ഞാൻ അവനൊരു അടി കൊടുത്തത്. പറയാൻ പറ്റില്ല. അവൻ തോണ്ടിയാലല്ല കൊന്നാ പോലും അവനെ സ്നേഹിക്കല്ലാതെ മറുത്ത് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ്. അതാണ് ദാറ്റ്സ് ദ റൈച്ചസ്നെസ്. ഇത് പ്രവൃത്തിയാൽ വരില്ല. ഉറപ്പല്ലേ? പ്രവൃത്തിയാൽ വരുവോ? വരില്ല. നിങ്ങൾ പ്രവൃത്തിയാൽ നോക്കിക്കോ, ഇടറിപ്പോവും. നിങ്ങൾ വളരെ താഴെയുള്ള ഒരു നീതിയായിട്ട് സെറ്റിലായി പോവും. നിങ്ങളുടെ ജഡത്താൽ സാധിക്കുന്ന ഒരു സാധാരണ നീതിയിൽ നിങ്ങൾ ഒതുങ്ങിപ്പോവും. അത് മതിയെന്ന് വിചാരിക്കും. നിങ്ങൾ തോറ്റുപോകും, ഇടറിപ്പോകും. അതുകൊണ്ട് പറയുന്ന പ്രവൃത്തിയാൽ അന്വേഷിച്ചാൽ ഇടറിപ്പോവുകയും അവനെ വിളിച്ചപേക്ഷിച്ചാൽ ലജ്ജിച്ച് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇടർച്ചക്കല്ല്, ഒരു തടങ്കൽ പാറ അവൻ സിയോനിൽ വെച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളിൽ ഒരു ചെറിയ റെമനന്റ് മാത്രമേ അത് മനസ്സിലായുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. കാരണം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. ഇത് വിശ്വാസികൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഇത്രയും ഭയങ്കര ബ്ലെസ്സിങ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ആദമിക മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത നീതി യേശുക്രിസ്തു എന്ന ഒടുക്കത്തെ ആദം നമുക്ക് അവന്റെ അനുസരണത്താൽ നമ്മളിൽ സൃഷ്ടിക്കുന്നു. നമ്മൾ ആ നീതി പ്രാപിക്കുന്നു. നമ്മൾ ആ നീതിയിലേക്ക് ഓടുന്നു. ആ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുന്നു. ഇത്ര മഹത്തായ അവകാശങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല മനുഷ്യൻ. അവൻ എപ്പോഴും ദൈവമേ ഞാൻ നിനക്ക് 10% തരാം, നീ എന്നെ അനുഗ്രഹിക്കുക എന്നുള്ള പഴയ നിയമത്തിന്റെ തലത്തിലാണ് ഇന്നും വിശ്വാസികൾ ജീവിക്കുന്നത്. ഐ കോൺട്രിബ്യൂട്ട് സം, യു ആഡ് സംതിങ് ആൻഡ് സേവ് മീ. ദാറ്റ്സ് നോട്ട് സാൽവേഷൻ. സാൽവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്നെ അബാൻഡൻ ചെയ്യുക. ആ സുവിശേഷം കേൾക്കുമ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലാവും. എന്നെ രക്ഷിക്കാൻ എന്റെ കർത്താവിനല്ലാതെ ആരെയെ കൊണ്ടും പറ്റും. ഐ ആം എ ഗോൺ കേസ്. അത് മനസ്സിലാവും. അടുത്ത വാക്യം പറയാം, 16-ാം വാക്യം പറയാണ്. തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. 16-ാം വാക്യം പറയാണ്, എങ്കിൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കേട്ടിട്ടും എല്ലാവരും അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചത്? ഇതാ യഹൂദന്മാർക്ക് പറ്റിയത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ച് യെശയ്യാവ് പറയുന്നുണ്ടല്ലോ. എന്താണ് കർത്താവ് കേൾപ്പിച്ചത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർക്കും വിശ്വസിക്കാൻ പറ്റാതായി പോയത്. യെശയ്യാവ് കണ്ട ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. 6-ാം അധ്യായത്തിൽ അവൻ കാണുന്നത്, കർത്താവിനെ കാണുന്നത് എങ്ങനെയാ? ദൂതന്മാർ പോലും ഭയപ്പെടുന്നവനായിട്ടാണ് കാണുന്നത് യെശയ്യാവ്. എന്നാൽ അതേ കർത്താവിനെ 53-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഒരു മഹത്വം ഇല്ലാത്തവനായിട്ട് നമുക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടാണ്. എന്നിട്ട് ഇവൻ ചോദിക്കാം, യെശയ്യാവ് ചോദിക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞ ആര് വിശ്വസിക്കും? ഇങ്ങനെ ഈ കർത്താവ് ഈ പുഴുക്കളെ പോലെയുള്ള മനുഷ്യരെ അന്വേഷിച്ച് ഈ ലോകത്തിലൂടെ നടന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? കാരണം ദൈവം നമ്മളെ അന്വേഷിച്ച് ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായി ജീവിച്ച് നമ്മുടെ നീതി പൂർത്തിയാക്കാൻ വേണ്ടി അനുസരണം പഠിച്ച് തികഞ്ഞവനായി കഷ്ടം സഹിച്ച് ക്രൂശിൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ, അത് നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെ ഇറങ്ങി വന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? യെശയ്യാവ് ചോദിച്ച ചോദ്യം ഇന്നൊരു കരച്ചിലായിട്ട് മുഴങ്ങുന്നുണ്ട്. അതാ പൗലോസ് പറയുന്നത്. യെശയ്യാവിന് അന്നേ അറിയായിരുന്നു വലിയൊരു പങ്കും വിശ്വസിക്കത്തില്ല. കർത്താവ് പറഞ്ഞൊരു ശേഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ യെശയ്യാവ് യഹൂദന്മാരെടുത്തോട്ട് ചെല്ലും ഈ വാർത്തയായിട്ട്. എന്തറിഞ്ഞോണ്ട് ചെല്ലുന്നേ? വിശ്വസിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട്. കർത്താവ് ഒരു ശേഷിപ്പ് മാത്രം വിശ്വസിക്കും. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. എല്ലാവരും വിശ്വസിക്കുന്നില്ല, പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് വരുന്നത് എങ്ങനെയാണ്? വിശ്വാസം എങ്ങനെയാണ് ദാനം ചെയ്യപ്പെടുന്നത്? കേൾവിയാണ്. സുവിശേഷത്തിന്റെ കേൾവിയാൽ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാകുമ്പോൾ ആ റൈച്ചസ്നെസ്, അവന്റെ നീതി നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തെ ഉളവാക്കുന്നു.
ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അപ്പൊ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണോ യഹൂദന്മാര്? അല്ല, അവർ കേട്ടിട്ടുണ്ട്. കേൾവി വിശ്വാസമായിട്ട് പരിണമിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരിൽ അത് പരിണമിച്ചില്ല. എല്ലാവരും അങ്ങനെ വിശ്വസിച്ചില്ല. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവർ ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സമയത്ത് താമസിക്കുന്ന ആൾക്കാര് അവിടെ മുഴുവൻ യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞു നടപ്പുണ്ട് ആൾക്കാരെന്ന്. അപ്പൊ യഹൂദന്മാർ അവിടെ ഉള്ളവർ നാച്ചുറൽ ആയിട്ട് അത് കേട്ടിട്ടുണ്ട്. അത് പറയണം, അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അപ്പൊ യഹൂദന്മാരുള്ള സ്ഥലത്ത് എല്ലാം ഇത് പരന്നിട്ടുണ്ട്. അവർ കേൾക്കാതിരുന്നിട്ടില്ല ആ സമയത്ത് തന്നെ. 19-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പൊ പറയാണ്, ജനമില്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഒന്നാമത് മോശ പറയുന്നു. ഇത് എനിക്ക് അനുഭവമുണ്ട്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒക്കെ വിശ്വാസി വന്ന സഹോദരങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. അവരെ കൊണ്ട് നമുക്ക് വിഗ്രഹങ്ങളുടെ പുറകെ നടന്ന മൂഢജാതിയെ രക്ഷിച്ചുകൊണ്ട് ദൈവം നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾക്ക് മകളുടെ സ്ഥാനത്ത് ഒരു കുട്ടിയുണ്ട്, ഒരു നഴ്സാണ്, ഹിന്ദു മാർഗത്തിന് വിശ്വാസി വന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് ഈ കുട്ടി പറഞ്ഞു, എന്റെ വീട്ടിലൊന്ന് സുവിശേഷം പറയണം. ഞാൻ കൊല്ലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ അടുത്തുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ആ സമയത്ത് ഒത്തിരി ഹൈന്ദവരായ ആൾക്കാര് സഹോദരങ്ങൾ ഞങ്ങളെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ തമാശ പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് മലയാളം അത്ര കൃത്യമായിട്ട് അന്ന് ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് മിക്കവാറും ഹിന്ദുക്കൾ നമ്മളെ തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്, ഇത്രയും പേര് വന്നാൽ. ജസ്റ്റ് തമാശയായിട്ട് പറഞ്ഞു. അങ്ങനെ പറയരുതായിരുന്നു. എന്റെ വായിൽ നിന്നൊരു സ്ലിപ്പാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ ഭാര്യ ഇത് ചർച്ചിലെ സഹോദരിമാരോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്തോ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അപ്പൊ നമ്മുടെ ആൾക്കാർക്കെല്ലാം നല്ല പരിജ്ഞാനമാണല്ലോ. അപ്പൊ പരിജ്ഞാനം കൂടിയപ്പം അവർ ഈ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര ധൃതി വെക്കണ്ട, പതുക്കെ മതി. എന്താ കാരണം, അടി കിട്ടുമെന്നുള്ള പേടി എനിക്ക്. അപ്പൊ ഈ കുട്ടി എന്നോട് ഫോണിൽ പറഞ്ഞു, വേണ്ട അങ്കിളെ പോണ്ട. ഞാൻ വിചാരിച്ചു അവര് വേണ്ടാന്ന് പറഞ്ഞു കാണുമായിരിക്കും. പിന്നെയാണ് ഈ കുട്ടി എന്നോട് പറയുന്നത്, ഫോൺ എടുത്ത് ഒരൊറ്റ കരച്ചിലായിരുന്നു. എന്നോട് പറയുവാ, നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ ആൾക്കാര് കർത്താവിന്റെ സുവിശേഷം പറയാൻ ഇങ്ങനെ പേടിക്കുന്നോണ്ടായിരിക്കും ഞങ്ങളെ പോലെയുള്ളവരെ കർത്താവ് വിളിക്കുന്നത്. ഞാൻ എന്താ പറയണ്ടെന്ന് അറിയാൻ വയ്യാതെ ശരിക്കും ഞാൻ പറഞ്ഞു, എവിടെ വേണേലും ഞാൻ പോവാം. ലജ്ജ തോന്നുന്നു. കാരണം നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും ഭയമാണ്, മരിച്ചു പോകും. അവർക്ക് പേടിയില്ല, മരിക്കാൻ പേടിയില്ല. കാരണം അതാ ഇവിടെ പറയുന്നത്, നമ്മൾ വിശ്വാസികളാ ക്രിസ്ത്യാനികളാ പാരമ്പര്യമാന്ന് പറയുമ്പോൾ നമുക്ക് എരിവ് വരുത്താൻ ദൈവം മൂഢജാതികളെ ഉപയോഗിക്കുന്ന, അവരെ തെരഞ്ഞെടുത്ത് കാണുമ്പോൾ എബ്രഹാമിന്റെ മക്കളെന്ന് വിളിക്കുന്നവർക്ക് കരച്ചിലും പലരുണ്ട്. അപ്പം ദൈവം അവന്റെ ഗ്രേസും അവന്റെ തേജസ്സും അവന്റെ മഹത്വവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവന്റെ എല്ലാ തീരുമാനങ്ങളുടെ മേൽ അവന്റെ മഹത്വമാണ് രാജത്വം പ്രാപിച്ചു വാഴുന്നത്. അവരുടെ ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് മോശെ പറയുന്നു. അനുസരിക്കാത്തവർക്ക് കോപമുണ്ടാക്കാനും നാണക്കേടുണ്ടാക്കാനും എരിവ് വരുത്താനും വേണ്ടി ദൈവം ഒരിക്കലും അനുസരിക്കാത്ത ജാതികളെ തെരഞ്ഞെടുത്ത് അവന്റെ മടിയിലിരുത്തി. അപ്പൊ മൂത്ത കൊച്ചു കിടന്ന് കരയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കാഴ്ച? ഇളയ കുഞ്ഞിനെ എടുത്ത് മടിയിരുത്തുമ്പോൾ മൂത്ത കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയും. ആ ഇളയ കുഞ്ഞവിടെ ഇല്ലെങ്കിൽ അപ്പന്റെ കെട്ടിപ്പിടുത്തതിന് മൂത്ത കുഞ്ഞിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇളയൊരു കൊച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ ഈ മൂത്ത കൊച്ചിട്ട് ഒറിജിനൽ സ്വഭാവം. അതുപോലെ ആ അപ്പനോടുള്ള സ്നേഹം ഇവന്റെ ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടി, ഇത് സ്വന്തം കുഞ്ഞല്ല, വെളിയിൽ നിന്നൊരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. ദൈവം എന്ത് ചെയ്തു? ഇവരുടെ ഉള്ളിൽ എരിവ് ജനിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഒന്നാമത് മോശ പറയുന്നു. 20-ാം വാക്യം. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി,
എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയും. അപ്പൊ ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞേക്കുന്ന ഇതേ കാര്യങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് അന്വേഷിക്കുന്നവരടുത്തല്ല വന്നത്, അന്വേഷിക്കാത്തവരടുത്തേക്ക് ചെന്നത്. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല, ദൈവം എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച. കാണാതെ പോയ ആള് ദൈവത്തെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് നടന്നതല്ല, ദൈവം അവന്റെ പിന്നാലെ നടന്ന് അവനെ കണ്ടുപിടിച്ചതാണ്. എത്രയോ പ്രാവശ്യം റിഫ്യൂസ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും കർത്താവ് പുറകെ നടന്ന് ആൾക്കാരെ കൊണ്ട് വിടിപ്പിച്ച് പറയിപ്പിച്ച് എന്തുമാത്രം കർത്താവ് നമ്മളെ അകത്ത് കയറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത്. ദൈവം നമുക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ടത്. അവൻ നമ്മളെയാണ് തിരഞ്ഞെടുത്തത്, നമ്മൾ അവനെയല്ല. അവൻ നമ്മളെയാണ് സ്നേഹിച്ചത്, നമ്മൾ അവനെയല്ല. അപ്പൊ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. അതാ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വയനീതിയിൽ വരുന്നവർക്ക് ഒരിക്കലും ഒരു വൈദ്യനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് രോഗമില്ല, അവർ നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുക. എന്നാൽ അങ്ങനെ ഒരു സ്വയനീതി ഇല്ലാത്തവർ, പാപികൾ, വേശ്യകൾ, ചുങ്കക്കാർ, ഓടിയിരിക്കുന്നവർ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, മാന്യത ഉള്ളവർ വളരെ കുറവാണ്, കുലമഹിമയുള്ളവർ കുറവാണ്, ജ്ഞാനികളും ഏറെ ഇല്ല. പക്ഷെ ദൈവം ലോകത്തിൽ ശ്രേഷ്ഠമായതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഹീനമായതിനെ തെരഞ്ഞെടുക്കുന്ന, അന്വേഷിക്കാത്തവരെ തെരഞ്ഞെടുക്കുന്ന. നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു എന്നൊക്കെ. അങ്ങനെയല്ല ശരിക്കും നടക്കുന്നത്. ഗോഡ് ഈസ് സെർച്ചിങ് ഫോർ. അവൻ എന്നെയാണ് അന്വേഷിച്ച് നടത്തുന്നത്. ഇനി ഇസ്രായേലിനോട് എന്താ പറയുന്നത്? രണ്ടു തരം ജനമാണ്. സത്യം പറഞ്ഞ കർത്താവിന്റെ സൃഷ്ടി ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. രണ്ടു തരം ജനമാണ്. അത് ഏതൊക്കെയാണ് രണ്ടു തരം ജനം? രണ്ടുപേരും, ഒന്ന് അന്വേഷിക്കാത്തവർ, മറ്റൊന്ന് മറുത്തു നിൽക്കുന്നവർ. ഇതിലേതാ ഭേദം? ഇരുപതാം വാക്യം, യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. അതാരാ? നമ്മള്, ജാതികൾ. നമ്മൾ ഇന്ന് തുടങ്ങിയത് അവിടെയാ. ദൈവത്തിന്റെ നീതി അന്വേഷിക്കാത്തവർ ആ നീതി കണ്ടുപിടിച്ചു. എന്നാൽ ദൈവത്തിന്റെ നീതി അന്വേഷിച്ചവർക്കോ ആ നീതി കിട്ടിയില്ല. അന്വേഷിക്കാത്തവർ, ചോദിക്കാത്തവർ. ഇനി ഇവരും മറുത്തു നിൽക്കുന്നവർ, അനുസരിക്കാത്തവർ. ഇതിലേതാ വലിയ പാപം? രണ്ടും ഒരുപോലെയാ. നമ്മൾ വിചാരിക്കും മറുത്തു നിൽക്കുന്ന, അനുസരിക്കാത്തതാണ് വലിയ പാപം എന്ന്. ഇത് രണ്ടും ആദമിക സ്വഭാവമാണ്. ദൈവത്തെ വേണ്ട. ഒരുത്തിന് ദൈവം ഉണ്ടോന്ന് പോലും അറിയണ്ട, അന്വേഷിച്ചിട്ടില്ല. അവര് ദൈവം ഉണ്ടോന്ന് ചോദിക്കുന്നു പോലും ഇല്ല. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു തൃപ്തര. മറ്റവര് ദൈവത്തെ കണ്ടുപോയി, പക്ഷെ ദൈവത്തിന് സബ്മിറ്റ് ആവാൻ പറ്റുന്നില്ല. കാരണം 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ജഡത്തിന് ഒരിക്കലും ദൈവത്തിന് ന്യായപ്രമാണത്തെ അനുസരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതിനെ സ്നേഹിക്കാനും പറ്റത്തില്ല, അതിനോട് അനുകൂലമാകാൻ പോലും പറ്റത്തില്ല. അപ്പൊ ദൈവം നോക്കി കഴിയുമ്പം ഈ രണ്ട് ഗ്രൂപ്പാണ്, അന്വേഷിക്കാത്തവരും അനുസരിക്കാത്തവരും. ഇവർക്ക് കർത്താവ് വെളിപ്പെട്ടിരുന്നു, പക്ഷെ അവര് അന്വേഷിച്ചില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ രക്ഷാമാർഗം ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ആയിട്ട് കൊണ്ടുവന്നു. ഇവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? രണ്ടുപേർക്കും കൂടെയാ. അതാ പൗലോസ് പറയുന്നത്. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു? അവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അവർ ഭയങ്കര സന്തോഷത്തോടെ വിശ്വസിച്ചു. ഇനി ഇവരിലേക്ക് എന്താ ചെയ്യുന്നറിയോ? ഇടവിടാതെ കൈ നീട്ടി. ആരെയും വിട്ടിട്ടില്ല, ഇടവിടാതെ കൈ നീട്ടി. ഇസ്രായേലിനെ കുറിച്ച് എന്താ പറയുന്നത്? അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടി എന്ന് അവൻ പറയുന്നു. അപ്പൊ കർത്താവ് ഈ പ്രവാചകന്മാരോട് പറഞ്ഞത് മുഴുവൻ അവന്റെ വേദനയാണ്. അവന്റെ വേദന. എത്രയോ നാൾ ഇസ്രായേൽ മക്കൾ ഓരോ പ്രാവശ്യം കേൾക്കും, തള്ളിക്കളയും, കേൾക്കും, തള്ളിക്കളയും, അനുസരിക്കും, പിന്നെ ദൈവം അവരെ അനുഗ്രഹിക്കുമ്പോൾ വീണ്ടും അവർ തള്ളിപ്പറയും. ഇത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എത്രയോ നൂറ്റാണ്ടുകൾ ദൈവം അവരുടെ ദീർഘക്ഷമയോടെ അവരെ കാത്തുകൊണ്ടിരുന്നു. പക്ഷെ കർത്താവ് എന്നിട്ട് എന്ത് ചെയ്തു? യഹൂദനെയും യവനനെയും രക്ഷിക്കാൻ, അല്ലെ, റോമലേഖനത്തിന്റെ ആ ഒരു എഴുത്ത് എത്ര മനോഹരമല്ല. യഹൂദനെ യവനനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? അന്വേഷിക്കാത്തവർക്ക് പ്രത്യക്ഷനായി. അവർ ദൈവത്തെ കണ്ടെത്തി, യേശുവിന്റെ നീതി കണ്ടെത്തി.
അവർക്ക് ഭയങ്കര സ്നേഹമായി ദൈവത്തോട്. കൊള്ള പങ്കിടുന്ന പോലെ അവർ ആനന്ദിച്ചു കർത്താവിന്റെ രക്ഷ കണ്ടിട്ട്. അത് പ്രത്യേകിച്ച് മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ കർത്താവിൽ സന്തോഷിക്കുന്ന കണ്ടാൽ എന്താ സന്തോഷം. കാരണം അവർ ഇത്രയും നാൾ അന്വേഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലോ, എന്തോ ഒരു സന്തോഷം. പക്ഷെ എന്നും കേൾക്കുന്നവരോ അവനോട് മറുത്തു നിൽക്കുക. എന്നും കേൾക്കുന്നവർ അവനോട് മറുത്തു നിൽക്കുക. അവനെ വിലയില്ലാത്തതായി എടുക്കുക. എത്രയോ പ്രാവശ്യം അവന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ വിലയില്ലാത്തതായി തട്ടിക്കളയുക. അത് ഇന്നത്തെ ജനത്തിന്റെ പാപമാണ്. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ അതേ പരിച്ഛേദമായിട്ടാണ് നമ്മൾ ഇന്ന് സഭയെ കാണുന്നത്. ദാറ്റ്സ് ദ റിയൽ പെയിൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വേദന എന്ന് പറയുന്നത്. ആ പാരമ്പര്യത്തിനകത്തോട്ട് മുഴുകിപ്പോയിട്ട് കർത്താവിനെ അന്വേഷിക്കാത്ത ഒരു ജനത്തിലേക്ക് കർത്താവ് വീണ്ടും വീണ്ടും അവന്റെ പ്രവാചകന്മാരെ വിട്ട് ഇടവിടാതെ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എരിവുണ്ടാകാൻ വേണ്ടി. ഇന്ന് ദൈവത്തിന്റെ സഭയോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, എരിവുണ്ടാകാൻ നിങ്ങൾ മൂഢജാതികളെ കണ്ടുപിടിക്കും. അവർ ദൈവത്തെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കും. ഇസ്രായേൽ ജനങ്ങൾക്ക് ഇല്ലാതെ പോയത്, യഹൂദന്മാർക്ക് ഇല്ലാതെ പോയത് ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ആ മൂഢജാതികളെ കൊണ്ട് നമുക്ക് എരിവ് വരുത്തുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ആ യേശുക്രിസ്തുവിന്റെ നീതി എന്ന വിഷയമാണ്. അതെങ്ങനെയാണ് നമ്മൾ ആ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ 2 ഗ്രൂപ്പ് ആൾക്കാർ, ഇത് മൊത്തം ആ 2 ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ച് പറയും. ഒന്ന് ജഡത്താൽ നിർമ്മിതമാണ്. ശരിക്കും അത് അടിമത്തത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. ജഡത്താൽ നിർമ്മിതമാണ്. യഥാർത്ഥ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് നമ്മളാണ്. അവനെ ആരെല്ലാം കണ്ടെത്തുന്നുണ്ടോ, എബ്രഹാമിന്റെ വിശ്വാസം ആരെല്ലാം കണ്ടെത്തുന്നുണ്ടോ അവർ മാത്രമാണ് വാഗ്ദത്ത സന്തതി. 2 തരം ജനമാണ്. ഒന്ന് ഇടറിപ്പോകുന്നവർ, ക്രിസ്തുവിങ്കൽ ഇടറുന്നവരും ക്രിസ്തുവിനാൽ നുറുക്കപ്പെടുന്നവരും. 2 ഗ്രൂപ്പാണ്. either you stumble on Christ or you are broken by him. ഒന്നുകിൽ അവനിൽ നമ്മൾ ഇടറിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ അവനാൽ നുറുക്കപ്പെടും. അവനാൽ നുറുക്കപ്പെടുമ്പോൾ നമ്മൾ രക്ഷയ്ക്കായി നിലവിളിക്കും. അവന്റെ ക്രൂശ് നമ്മുടെ പഴയ ജഡത്തെ തകർക്കുമ്പോൾ നമ്മൾ ആ നീതീകരണത്തിനായി, വിശദീകരണത്തിനായി നിലവിളിക്കും. എന്നാൽ അവങ്കൽ ഇടറിപ്പോയാൽ ആരെ ഇടറിപ്പോകുന്നറിയോ? സ്വയനീതിക്കാരെ ഇടറിപ്പോകുന്നു. വേറൊന്നുമല്ല, സ്വയം പ്രശംസിക്കുന്നവരും സ്വന്തമായി അധ്വാനിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരും ആ ഉന്നതമായ മരണം വരെയുള്ള പുനരുത്ഥാനത്തിലേക്ക് നയിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ നീതിയാൽ ഇടറിപ്പോകും. എന്നാൽ കൃപയാൽ കർത്താവിനേക്ക് നോക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാൻ യേശുക്രിസ്തുവിനെ ഉയരത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. പാതാളത്തിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. അവൻ പുനരുത്ഥാനം ചെയ്ത് എന്നേക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നു. നമ്മുടെ വായും കൊണ്ടും അതരം കൊണ്ടും വായ് കൊണ്ടും ഹൃദയം കൊണ്ടും നമുക്ക് വിശ്വാസത്താലുള്ള നീതി പ്രാപിക്കാൻ സാധിക്കും. ഹൃദയത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും വായ് കൊണ്ട് അവന്റെ രക്ഷയെ കർത്താവ് എന്ന് അവനെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം അവന്റെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് 10-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ സമ്മറൈസ് ചെയ്താൽ എനിക്ക് തോന്നിയതാൽ ഈ 10-ാം അധ്യായം 9ഉം 10ഉം വായിച്ചപ്പോഴേക്കും 1 മുതലുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആയെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഹൗ ദ ജൂസ് ലോസ്റ്റ് ദ വാർ. ഇസ്രായേൽ മക്കൾ എങ്ങനെ, ഹൗ ദേ വെയർ കട്ട് ഓഫ്, എന്താണ് ഇതിന്റെ റീസൺ എന്ന് പൗലോസ് പറയുന്നു. അത് നമുക്കൊരു ദൃഷ്ടാന്തമായിരിക്കുന്നു. നാം നമ്മളെ എത്രയധികം സൂക്ഷിക്കണമെന്നും കർത്താവിൽ എത്രയധികം ആശ്രയിക്കണമെന്നും ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർപൊരുതി കർത്താവിന്റെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുവാൻ എപ്പോഴും മുറുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിലേക്ക് നോക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ അനുസരിക്കാത്ത, അന്വേഷിക്കാത്ത ജനമായിരുന്നു. അങ്ങയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. അറിഞ്ഞിടത്തോളം ഞങ്ങൾ മറുത്തു നിന്നിട്ടേ ഉള്ളൂ. കർത്താവെ, പലപ്പോഴും അനുസരിച്ചിട്ടില്ല. എങ്കിലും അങ്ങയുടെ കൈ ഇടപെടാതെ ഞങ്ങളുടെ നേരെ നീട്ടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് വീണ്ടും വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ അങ്ങയെ വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് ഇത്രയും സ്നേഹിക്കുന്നതിനായി, ആ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അവിടുത്തെ മഹത്വം ഞങ്ങളിൽ പ്രകാശിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നടത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.